എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വിധത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രത്യേകം നമ്മൾ ഓർത്തതുപോലെ കാലത്തിന്റെ അന്ത്യത്തിൽ വെളിപ്പെടുന്ന തിരുവചനത്തിൽ വെളിപ്പെടുത്തിയ പല സംഭവങ്ങളെക്കുറിച്ച് വിലയിരുത്തുവാൻ, ഒന്നിച്ച് ചിന്തിപ്പാൻ ദൈവം നൽകിയ മനോഹരമായ സമയത്തിനായി സ്തോത്രം. ലോകാന്ത്യ സംഭവങ്ങൾ എന്ന തലക്കെട്ടോടുകൂടെ ഇത് പ്രഭാഷണങ്ങളിലൂടെ ക്രമീകരിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാരംഭമായി ഞാൻ ഓർപ്പിച്ചോളട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ തോന്നിയെന്നിരിക്കാം. ബൈബിള് ഒരു അത്ഭുത ഗ്രന്ഥമാണ്. 66 ഗ്രന്ഥങ്ങളിൽ ഏതാണ്ട് കാൽഭാഗം ദൈവം പ്രവചന രൂപേണയാണ് രേഖപ്പെടുത്താൻ അനുവദിച്ചത്. എന്താണ് ബൈബിളിലെ പ്രവചനം? ഈ ലോകത്തെ സംബന്ധിച്ചും ഭാവിയെ സംബന്ധിച്ചും രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും മനുഷ്യരെ സംബന്ധിച്ചും വ്യക്തമായി ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് മാറ്റം വരില്ല. കഴിഞ്ഞകാല ചരിത്രങ്ങൾ വിലയിരുത്തുന്ന ഏതൊരു വ്യക്തിക്കും ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം സ്വർഗത്തിൽ അവൻ്റെ സിംഹാസനം സ്ഥാപിച്ചിട്ടുണ്ട്, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച സാമ്രാജ്യങ്ങളുടെ ഉത്ഭവവും അസ്തമനവും ബൈബിളിൽ വെളിപ്പെടുത്തിയ പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യമല്ലേ? ഈ ലോകത്തിൽ ഉത്ഭവിച്ച സാമ്രാജ്യങ്ങൾ, ഈ ലോകത്തിൽ അസ്തമിച്ചു പോയ സാമ്രാജ്യങ്ങൾ, അവയെക്കുറിച്ച് എത്ര വ്യക്തമായി രേഖപ്പെടുത്തി. ഈ രാത്രികളിൽ നമുക്ക് അതെടുത്ത് ചിന്തിപ്പാൻ നിവൃത്തിയില്ലെന്നാൽ നിങ്ങളുടെ ചിന്തയ്ക്ക് ഭവിക്കുവാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തും. ലോകത്തിൽ മറ്റൊരു ഗ്രന്ഥത്തിലും കാണാത്ത വിധം സാമ്രാജ്യങ്ങളെക്കുറിച്ചും അവയുടെ വളർച്ചയും അവയുടെ അവസാനത്തെക്കുറിച്ചും അവയ്ക്ക് ദൈവം കൽപ്പിച്ചാക്കിയ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഈ വിധത്തിൽ ഭാവിയോടുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തിയിട്ട് ആനുകാലികമായി നാം ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ ഗോളങ്ങളിലും മറ്റ് സംഭവിക്കുന്ന അനേക സംഭവങ്ങൾ ഇവിടെ തലക്കെട്ടിൽ വായിച്ച പോലെ ലോകാന്ത്യ സംഭവങ്ങളാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ യുഗത്തിന്റെ അവസാനമാണ്. മനുഷ്യൻ ഏറിയ പങ്കും പത്രോസ് രേഖപ്പെടുത്തിയ പോലെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം ആദിയിൽ എന്ന പോലെ സകലവും ഇരിക്കുന്നെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്നും അതുപോലെ ഇരിക്കുമെന്ന് മനുഷ്യൻ കരുതുന്നെങ്കിൽ അതിനൊരു വ്യത്യാസം വരട്ടെ എന്ന് കരുതി ഈ രാത്രികളിലെ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ എങ്ങനെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം എന്നും ഇരിക്കുന്ന പോലെ ഇരുന്നു പോകാൻ പോകുന്നില്ലേ? ബൈബിളിൽ അവസാന കാലഘട്ടത്തിൽ യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ സംഭവിക്കുന്ന വസ്തുതകളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി അക്കമിട്ട് പറയത്തക്കവണ്ണം ലോകരാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് സാധാരണമായി കേൾക്കുന്ന സംഭവങ്ങൾ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അത് വാസ്തവത്തിൽ സാധാരണ കാര്യങ്ങളല്ലേ? നാം ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതും പിതാക്കന്മാരുടെ കാലത്ത് വാസ്തവത്തിൽ അതൊരു സാധാരണ സംഭവമല്ലേ? എന്നാൽ ഇന്ന് ഈ സാധാരണ സംഭവമായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിളിൽ പറഞ്ഞതുപോലെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ സംഭവിക്കുന്നു എന്നുള്ളത് മറക്കരുത്. ഈ അവസാന കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളെ അപഗ്രഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. യേശുക്രിസ്തു ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചും അവൻ വരുന്നതിനുള്ള ബന്ധത്തിൽ കാലലക്ഷണങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞുകൊടുത്തു. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് അവന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഇത് സംഭവിച്ചു തുടങ്ങുന്ന കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കാൻ തലകളെ ഉയർത്തിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ വിശുദ്ധന്മാർക്ക് ഇനിയും അധികം സമയമില്ല, അവൻ അടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുവാൻ. അത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കാൻ തലകളെ ഉയർത്തുവാൻ കർത്താവ് ആവശ്യപ്പെട്ടു. കർത്താവ് പറഞ്ഞ വസ്തുതകൾ നമ്മുടെ കൺമുമ്പിൽ ഇന്ന് കാണുന്നു.
കർത്താവ് പറഞ്ഞ വാക്കുകൾ മത്തായിയുടെ സുവിശേഷം 24 ദീർഘമായൊരു പഠനത്തിന് ഞാൻ പോവുകയല്ലേ. എൻ്റെ മുന്നിലുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ ആനുകാലികമായ ചില സംഭവങ്ങൾ വിലയിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു മത്തായി 24 ഏറ്റവും പ്രധാനമായി ശിഷ്യന്മാർ അറിഞ്ഞോ അറിയാതെയോ അവനോട് ചോദിച്ചത് നിന്റെ വരവിന് അടയാളമെന്ത്? അവർ ചോദിച്ചത് ഏക അടയാളമാണ്, വാട്ട് ഈസ് ദ സൈൻ ഓഫ് യുവർ കമ്മിങ്? യേശുക്രിസ്തുവിന്റെ വരവിനെ മനസ്സിലാക്കുവാൻ അനേക അടയാളങ്ങൾ അവർ ചോദിച്ചില്ല. യേശുക്രിസ്തു അനേക അടയാളങ്ങൾ പറഞ്ഞില്ലേ. യേശുക്രിസ്തു അവരോട് പറയുമ്പോൾ അവർക്ക് കൊടുത്ത അടയാളം 32 വാക്യത്തിൽ നിങ്ങൾ അത്തിയെ നോക്കി ഉപമ പഠിക്കണം. എന്താണ് ഈ അത്തിവൃക്ഷം? എന്തിനാണ് കർത്താവ് ഒരു ഉപമയിലൂടെ പറഞ്ഞത്? ആ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കാതെ ഓർപ്പിക്കട്ടെ. സംശയമുള്ളവർ യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യം വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അത്തിവൃക്ഷം യഹൂദ രാഷ്ട്രത്തിന്റെ വാസ്തവത്തിൽ എംബ്ലമാണ്. യഹൂദ രാഷ്ട്രമാണ് യേശുക്രിസ്തുവോട് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ എന്താണ് നിന്റെ വരവിന്റെ അടയാളമെന്ന് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഒരേക അടയാളം അവർ ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 24:32 തൊട്ട് കർത്താവ് അവർക്ക് പറയുന്നത് ഒരു അടയാളമാണെന്നുള്ളത് മറന്നു പോകരുത്. നോക്കുക, കർത്താവ് പറഞ്ഞത് യഹൂദന്റെ മടങ്ങിവരവാണ് അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണം. കർത്താവ് പറഞ്ഞു ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ വാതിക്കലായിരിക്കുന്നു, ഞാൻ അടുക്കലായിരിക്കുന്നു എന്നറിയണം. കർത്താവിന്റെ വരവിന്റെ സാമീപ്യം മനസ്സിലാക്കുവാൻ നൽകപ്പെട്ട ഏറ്റവും വലിയ അടയാളം ഇസ്രായേൽ രാഷ്ട്രമാണ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, വെറും 1.5 കോടി ജനങ്ങൾ, വെറും 1.3 കോടി, അതായത് 1,30,00,000 ജനങ്ങളല്ല, 1,50,00,000 ഉണ്ടെന്ന് പറയുന്നു. ഏറ്റവും കൂടിപ്പോയാൽ 1.5 കോടി മാത്രമേ ആ ജനമുള്ളൂ. ഈ രാത്രി നോർത്തെ ഇന്ത്യ മഹാരാജ്യത്തിൽ 100 കോടി ജനമുണ്ട്. ചൈനയിൽ 133 കോടി ജനമുണ്ട്. ലോകത്തിലാകമാനം ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെ മൊത്തം കൂട്ടിയാൽ 1.5 കോടിയിലധികമില്ല. എന്നാൽ ഈ 1.5 കോടിയിൽ ഏതാണ്ട് 55 ലക്ഷം ജനങ്ങൾ ഇന്ന് ഇസ്രായേലിൽ കടന്നു വന്നു കഴിഞ്ഞു. ആ ചെറിയ രാജ്യത്തിൽ അവരുടെ രാജ്യം സ്ഥാപിച്ചു മടങ്ങി വന്നപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ, അവർ കടന്നു വന്നത് ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവിലാണ്. വേദപുസ്തകം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. യെസെക്കിയേൽ 5:5, യെസെക്കിയേൽ 38:12 വളരെ വ്യക്തമായി ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ കേന്ദ്രമെന്ന് ദൈവം പറയുന്നത് ആ പലസ്തീന്റെ പ്രദേശമാണ്. ഒന്ന് ഭൂപടമെടുത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, 3 ഭൂഖണ്ഡങ്ങൾ ചേരുന്ന ആ പ്രതലം. എന്തിനാണ് ഈ അബ്രഹാമിന്റെ സന്തതിക്ക് അത് കൊടുത്തതെന്ന് പറയുവാൻ എനിക്ക് നിവൃത്തിയില്ല. അവരെ ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിന്റെ വെളിച്ചമായി ഏകസത്യ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാടിക്കുന്ന ദേശത്തിലേക്ക് പോക. അവൻ എവിടോട്ടെന്നറിയാതെ വിശ്വാസത്താൽ യാത്ര ചെയ്ത് പലസ്തീന്റെ നാട്ടിൽ വന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ തലപൊക്കി 4 പുറവും നോക്കുക, ഈ പ്രതലം നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് ദൈവം ആ പ്രതലം കൊടുത്തത്? ഭൂമിയുടെ മധ്യഭാഗത്തിൽ അവരെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ദൈവത്തിന്റെ വെളിച്ചം ഭൂമിയുടെ നാനാ കോണിലും പരക്കുവാൻ തക്കോണം ദൈവം കൊതിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഒരു പ്രത്യേക ജനമാക്കി അബ്രഹാമിന്റെ സന്തതിക്ക് അരുളപ്പാടുകൾ കൊടുത്ത് അവരെ രൂപാന്തരപ്പെടുത്തി അവർക്ക് വാസ്തവത്തിൽ ഭൂമിയുടെ കേന്ദ്രഭാഗം കൊടുത്തു. ഈ രാത്രി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്തിന് ദൈവം അവിടെ കൊടുത്തു? അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ ഈ രാത്രി പറയട്ടെ, സർവ്വലോകത്തെയും അവൻ സ്നേഹിച്ചതുകൊണ്ടാണ് യഹൂദ രാഷ്ട്രത്തിന് ആ പ്രതലം ദൈവം കൊടുത്തത്. നോക്കുക, അവിടെ നിന്ന് വെളിച്ചം ഭൂമിയുടെ 4 കോണിൽ പോകണം. എന്നാൽ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ദൈവത്തിന് സാധിച്ചുള്ളൂ. ശലോമോന്റെ കാലഘട്ടത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ അറിയാം. ശേബാരാജ്ഞിയെ കുറിച്ച് പറയുന്നുണ്ട്, അവൾ ഭൂമിയുടെ അറുതികളിൽ നിന്ന് ശലോമോന്റെ ജ്ഞാനം അറിയുവാൻ, യഹോവയെ കുറിച്ച് അറിയുവാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് അവൾ അവിടെ വന്നു ചേരുകയാണ്. നോക്കുക, ലോകത്തിന്റെ ഒരറ്റത്ത് പാർത്ത രാജ്ഞി ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ, അവരുടെ രാജാവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ അവിടെ കടന്നു വന്നപ്പോൾ ആ പ്രകാശവുമായി അവൾ മടങ്ങിപ്പോയി. ദൈവത്തിന്റെ വലിയ ആഗ്രഹം അതായിരുന്നു. എന്നാൽ അവർ പരാജയപ്പെട്ടു, അവർ തോറ്റു. ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചതിന്റെ എല്ലാം വിപരീതമായി അവർ തീർന്നു. ഞാൻ ആ ഭാഗം സമയം അനുവദിക്കുക നിങ്ങൾ എടുക്കാം. ഇന്ന് ഭൂമിയുടെ കേന്ദ്രഭാഗത്തിൽ അവർ വീണ്ടും മടങ്ങി വന്നു. ഏതാണ്ട് 2000 വർഷം ഭൂമുഖത്ത് ചിതറിക്കിടന്നിട്ട് അത്ഭുതകരമായി 1948 വീണ്ടും അവര് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. ഭൂമിയുടെ കേന്ദ്രഭാഗം അവരുടെ കയ്യിലാണ്.
വാസ്തവത്തിൽ ഭൂമിയുടെ കേന്ദ്രഭാഗം മാത്രമല്ല, ആ രാഷ്ട്രത്തിന്റെ കേന്ദ്രമാണ് യെരൂശലേം. നാളെ രാത്രി അതുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കും, അവസാന യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ആ പ്രതലത്തിൽ നിന്നാണെന്ന് വിശുദ്ധ വേദപുസ്തകം. യെരൂശലേം എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന്റെ കേന്ദ്രഭാഗം. അവർ ലോകത്തിന്റെ കേന്ദ്രഭാഗം എന്ന് മാത്രമല്ല, വാർത്താ മാധ്യമങ്ങളിൽ ഇന്നവർ കേന്ദ്രബിന്ദുവാണ്. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. പത്രങ്ങൾ വായിക്കുന്നവർ, വാർത്തകൾ ശ്രദ്ധിച്ചവർക്കറിയാം, ഈ ഇലക്ഷനിൽ ഏറ്റവും ചൂടുപിടിച്ചിരുന്ന വാർത്ത ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ വാർത്തയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇസ്രായേൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ പാർട്ടികൾ ചേരിതിരിവുകൾ നടത്തി വോട്ടുകൾ പിടിക്കുവാൻ ഇന്ത്യയിൽ ശ്രമം നടത്തിയപ്പോൾ, ഞാൻ പറയട്ടെ, ലോകത്തിന്റെ മധ്യഭാഗത്ത് പാർക്കുന്ന 55 ലക്ഷം ജനങ്ങൾ എങ്ങനെ ഈ സ്വാധീനത ലോകത്തിൽ നടത്തി? ഇന്ത്യയുടെ ഇലക്ഷനെ ബാധിക്കത്തക്കവണ്ണം അവരായിരുന്നു ഇന്ത്യയുടെ 2009 ഇലക്ഷന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യയുടെ ഇലക്ഷന്റെ വിഷയം മാത്രമെന്നല്ല, ലോകത്തിലെ ഏത് കോണിലും നിങ്ങളൊന്ന് പോയി നോക്കിയേ. നോർത്ത് കൊറിയയിൽ ഒന്ന് പോയേ. നോർത്ത് കൊറിയക്കാരോട് ഇസ്രായേൽ എവിടെയാണ് ഭൂപടത്തിൽ എന്ന് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരുവാൻ സാധ്യമല്ലെന്നാൽ അവരിങ്ങനെ പറയും, ലോകത്തിന്റെ പ്രശ്നത്തിന്റെ കാരണം ഇസ്രായേലാണ്. ജപ്പാനിൽ ഒരൊറ്റ യഹൂദനില്ല, എന്നാൽ ജപ്പാൻകാർ പറയുന്നു ലോകത്തിന്റെ സാമ്പത്തിക തകർച്ചയുടെ കാരണം ഇസ്രായേലാണ്. ലോകത്തിന്റെ ഏത് കോണിലൊന്ന് പോയി, ഞാനൊരു സത്യം ഓർപ്പിച്ചോട്ടെ, വാർത്തകളുടെ കേന്ദ്രമാണ് അവർ. മാത്രമല്ല, ലോകത്തിന്റെ ഏറ്റവും വലിയ വിദ്വേഷമാണ് അവർ. എന്റെ കയ്യിലിരിക്കുന്ന മാതൃഭൂമി പത്രമുണ്ട്. ഈ ഏപ്രിൽ മാസം 17-ാം തീയതി വന്ന മാതൃഭൂമി പത്രത്തിൽ വലിയൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇസ്രായേൽ വെറുക്കപ്പെടണമോ, വെറുക്കപ്പെടേണ്ട രാജ്യമാണോ, ഇസ്രായേൽ വെറുക്കപ്പെടേണ്ട രാജ്യമാണോ? ഒരു വലിയ ആർട്ടിക്കിള് നമ്മളുടെ മുൻ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന DP ശ്രീനിവാസൻ രേഖപ്പെടുത്തി. ആ വാർത്തയൊന്ന് വായിച്ചാൽ നമുക്ക് വസ്തുതകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു? അവർ ലോകത്തിന്റെ കേന്ദ്രബിന്ദുവായി, അവർ വാർത്തകളുടെ കേന്ദ്രബിന്ദുവായി, അവർ ലോകത്തിന്റെ വിദ്വേഷത്തിന് കാരണമായി. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വിദ്വേഷിക്കപ്പെടുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അവർ മറ്റാരുമല്ല, ഇസ്രായേൽ രാഷ്ട്രമാണ്. ഒന്നുകൂടെ ഞാൻ കടന്നു പറയട്ടെ, ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ള രാഷ്ട്രവും ഇസ്രായേൽ രാഷ്ട്രമായി, ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യം ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ള രാജ്യമായി. ഈ പത്രങ്ങളിൽ, എൻ്റെ കയ്യിലിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളിൽ വന്ന പേപ്പർ കട്ടിങ്ങളിൽ വായിക്കുന്നുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് പോലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ $9 ബില്യൺ ആയുധങ്ങൾ അവരിൽ നിന്ന് മേടിച്ചു. നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ 10,000 കോടി രൂപയുടെ സർഫസ് ടു എയർ മിസൈൽ ഉണ്ടാക്കുവാൻ കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഏതാണ്ട് 1200 കോടി രൂപയുടെ ഓർഡിനൻസ് ഫാക്ടറി ബീഹാറിൽ തുടങ്ങുവാൻ ഇന്ത്യൻ ഗവൺമെന്റ് കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. അവിടെ കൊണ്ട് തീർന്നില്ലേ? അടുത്തത് പത്രഘട്ടങ്ങളിൽ വായിക്കുന്നു, ഇസ്രായേലിൽ നിന്ന് പൈലറ്റ് വിമാനം വാങ്ങുവാൻ റഷ്യ കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഏതാണ്ട് $5 കോടി പൈലറ്റ് ഇല്ലാത്ത വിമാനം റഷ്യ മേടിപ്പാൻ കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഞാൻ ഈ രാത്രി ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ 5 യുദ്ധങ്ങളിൽ അറബി രാജ്യങ്ങൾ അവരെ തകർക്കുവാൻ കടന്നു വന്നപ്പോൾ അവരുടെ പുറകിൽ നിന്ന് ആയുധം കൊടുത്ത് അവരെ സഹായിച്ച റഷ്യ ഈ ചെറിയ രാജ്യത്തിൽ നിന്ന് $5 കോടി പൈലറ്റ് ഇല്ലാത്ത വിമാനം മേടിപ്പാൻ വാസ്തവത്തിൽ കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. അവരുടെ പത്രം തന്നെ അത് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യ ഏറ്റവും വെറുക്കപ്പെടുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പത്രങ്ങളിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഇസ്രായേലിൽ നിന്ന് 10,000 കോടി സർഫസ് ടു എയർ മിസൈൽ ഉണ്ടാക്കുവാൻ എന്തിന് കരാർ ഒപ്പുവെച്ചു? ഈ രാത്രി ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ പെറ്റു വളർത്തുമ്പോൾ അവരുടെ വായിൽ ആദ്യം കൊടുക്കുന്ന മരുന്ന് പോളിയോ കണ്ടുപിടിച്ചത് യഹൂദനാണ്. ഇന്നും ലോകത്തിൽ അവരെ ആവശ്യമാണ്. അവരാണ് പോളിയോ കണ്ടുപിടിച്ചത്, അവരാണ് വിറ്റമിൻ കണ്ടുപിടിച്ചത്, അവരാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന വാസ്തവത്തിൽ മരുന്നുകളിൽ ഏറിയ പങ്കും കണ്ടുപിടിച്ചത്. അവർ ലോകത്തിന് കൊടുത്തിരിക്കുന്ന വാസ്തവത്തിൽ വിഭവങ്ങൾ വർണ്ണിച്ചാൽ ഈ പ്രസംഗത്തിന്റെ സമയം പോകും. ഞാനത് പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? ലോകത്തിന്റെ കേന്ദ്രബിന്ദുവിൽ ഇരിക്കുന്ന ഈ ജനം ലോക വാർത്താ മാധ്യമങ്ങൾ കേന്ദ്രബിന്ദുവാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ വിദ്വേഷമാണ്. മാത്രമല്ല, ലോകത്തിന് ഏറ്റവും വലിയ ആവശ്യവും അവരാണ്. ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ നമ്മുടെ വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങൾ, തമിഴ്നാട് മുതലായ സ്ഥലങ്ങളിൽ അവരോടുള്ള ബന്ധത്തിൽ കാർഷിക ഉടമ്പടികൾ ചെയ്ത് പുതിയ കൃഷി ഭൂമികൾ അവർ മനോഹരമാക്കി തീർക്കുന്നു. ലോകത്തിൽ ആദ്യമായി
ഡ്രിപ്പിംഗ് ഇറിഗേഷൻ സിസ്റ്റം കണ്ടുപിടിച്ചത് ഇവരാണ്. മരുഭൂമി എവിടെയെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഒറ്റ രാജ്യത്തിലേ ഉള്ളൂ, അത് ഇസ്രായേൽ രാഷ്ട്രത്തിലാണ്. കാരണം അവരുടെ കയ്യിൽ കിട്ടിയത് മരുഭൂമിയാണ്. മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റുവാനുള്ള വലിയ ടെക്നോളജി അവർക്കുണ്ട്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ അവരുടെ വൈദഗ്ധ്യം കടമെടുക്കുവാൻ അവരോട് ഉടമ്പടി വെക്കുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, എത്രയോ വൈരുദ്ധ്യമാണ്. വെറുക്കപ്പെടുന്ന രാജ്യം മനുഷ്യർക്ക് ആവശ്യമാണ്. മരുന്നിനും ആയുധങ്ങൾക്കും അവരുടെ ടെക്നോളജിക്കും ആവശ്യമാണ്. മാതൃഭൂമിയിൽ ഉണ്ട്, ഇന്ത്യയിൽ ഏറ്റവും അധികം ആയുധം സപ്ലൈ ചെയ്ത രാഷ്ട്രം റഷ്യയായിരുന്നു. ഇന്ത്യയുടെ ആയുധപ്പുഴ മുഴുവൻ നിറച്ചത് റഷ്യയുടെ മിഗ് വിമാനങ്ങളും റഷ്യയുടെ ആയുധങ്ങളാണ്. എന്നാൽ സാമ്പത്തികമായി റഷ്യ തകർന്നു. ഈ മിഗ് വിമാനങ്ങളും ഇവിടെയുള്ള റഷ്യൻ ഈ ആയുധങ്ങളും റിപ്പയർ ചെയ്യുവാൻ ആളുകളില്ലാതെ വന്നിട്ട്, നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി ഈ ആയുധങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുത്തത് ഈ കൊച്ചു രാജ്യമാണെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടാണ് അവരുടെ വൈദഗ്ധ്യം മനസ്സിലാക്കി ഇന്ത്യൻ ഗവൺമെന്റ് ആ ഉടമ്പടിക്കായി കടന്നുപോയത്. എന്നെ വളരെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്നവരുണ്ട്. ഇസ്രായേലിന്റെ പക്ഷം ഞാൻ പ്രസംഗിക്കുകയല്ല, എന്നാൽ ഈ ബൈബിൾ ഒരു സത്യം പറയുന്നു. ആ സത്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 28-46 വാക്യം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 46 വാക്യം. അവ ഒരടയാളവും അത്ഭുതമായി നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും. ഇസ്രായേലിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ രേഖപ്പെടുത്തി. It will be a sign and it will be a wonder. ആ രാജ്യത്തിന് സംഭവിക്കുന്നത് അത്ഭുതമാണ്. അവരുടെ ചരിത്രം അത്ഭുതമാണ്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവരുടെ ചരിത്രം അത്ഭുതമാണ്. കഴിഞ്ഞകാല ചരിത്രം അവരെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മനസ്സിലാക്കി തരുന്നു. ആധുനിക വർത്തമാന മാധ്യമങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തുമ്പോൾ വേദപുസ്തക പ്രവചനം അവരുടെ ഭാവിയെ കുറിച്ച് പറയുന്നു. ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, അവർ കടന്നു വന്ന് കൈവശമാക്കിയത് കേരളത്തിന്റെ പകുതി സ്ഥലമില്ലേ. അവരുടെ ആകെ വലിപ്പം 470 കിലോമീറ്റർ നീളവും ഏറ്റവും വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററുമേ ഉള്ളൂ. ഈ രാത്രി ഒന്ന് ഓർത്തു നോക്കിയേ, അവരെ വളഞ്ഞു കിടക്കുന്ന 22 അറേബ്യൻ രാജ്യങ്ങൾ അവരെ തുടച്ചു കളയുവാൻ ശബ്ദമുയർത്തി 5 പ്രാവശ്യം യുദ്ധത്തിന് കടന്നു വന്നപ്പോഴും ഈ ചെറിയ രാജ്യത്തെ എന്തുകൊണ്ട് പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ വെറുച്ചിട്ടും ആ രാജ്യത്തെ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തത്? ഈ രാത്രി എന്നെ കേൾക്കുന്നവർ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നോക്കുക, അവരൊരു പ്രത്യേക ജനമാണ്. ലോകാന്ത്യ സംഭവങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ അവരൊരു പ്രത്യേക ജനമാണെന്ന് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വാസ്തവത്തിൽ ഒരു വാക്യമെങ്കിലും ഒന്ന് വായിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. അവരൊരു പ്രത്യേക ജനമാണ്. ജെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നോക്കുക. അവരൊരു പ്രത്യേക ജനമാണ്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവത്തിന്റെ കൺമുമ്പിൽ അവരൊരു പ്രത്യേക ജനമാകയാൽ ദൈവം അവരോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇത്രത്തോളം അനുഗ്രഹിച്ചു, അതുകൊണ്ട് നീ അതിക്രമം ചെയ്താൽ ശിക്ഷിക്കാതെ വിടില്ല. നിന്നെ ഞാൻ ന്യായത്തോടെ ശിക്ഷിക്കും. ദൈവം എന്നിട്ട് അവരെ എങ്ങനെ ശിക്ഷിക്കുമെന്നുള്ളത് വെളിപ്പെടുത്തി. ഞാൻ വായിക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം എടുത്താട്ടെ. നീ ഒരു പ്രത്യേക ജനമാണ്. നീ എനിക്കൊരു ഭൂമിയിലുള്ള സകല രാജ്യങ്ങളിലും വെച്ച് നീ എനിക്കൊരു പ്രത്യേക ജനമാണ്. നിന്നെ ഞാൻ ശിക്ഷിക്കും, നിന്നെ ഞാൻ ശിക്ഷിക്കാതെ വിടില്ല. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 14-15 വാക്യം നോക്കിയാട്ടെ. ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു, നിന്നെ ഞാൻ എങ്ങനെ ശിക്ഷിക്കുമെന്നുള്ളത് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എന്റെ ചട്ടങ്ങൾ ധിക്കരിച്ചു, നിങ്ങളുടെ ഉള്ളം എന്റെ വിധികളെ വെറുത്തു. നിങ്ങൾ എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എന്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. നിങ്ങൾ എന്റെ പ്രമാണം ലംഘിച്ചാൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. എങ്ങനെ ചെയ്യുമെന്ന് ദൈവം താഴോട്ട് പറയുകയാണ്. നമുക്കത് വായിപ്പാൻ സമയമില്ലെന്നാൽ അവിടെ നിന്ന് ഞാനൊരു കാര്യം വായിച്ച് കേൾപ്പിക്കട്ടെ. നിങ്ങളുടെ ഭൂമി ഞാൻ 19-ാം വാക്യം, നിങ്ങളുടെ ആകാശം ഇരുമ്പ് പോലെയും ഭൂമി ചെമ്പ് പോലെയും ആക്കും. താഴോട്ട് വായിച്ചാൽ 31-ാം വാക്യം, നിങ്ങളുടെ പട്ടണങ്ങൾ ശൂന്യമാകും, വിശുദ്ധ മന്ദിരം ശൂന്യമാകും, നിങ്ങളുടെ ദേശം ശൂന്യമാകും. ഞാൻ നിങ്ങളെ ജാതികളുടെ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാളൂരും. നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പാഴ്നിലങ്ങൾ
നിങ്ങളുടെ നിലങ്ങൾ പട്ടണങ്ങൾ പാഴ്നിലമായും കിടക്കും. ഈ രാത്രി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ദൈവം അവരോട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. നിന്നെ ഞാൻ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടില്ല. നിന്റെ ഭൂമി പാഴായി പോകും. നിന്റെ ആകാശം ചെമ്പ് പോലെയും നിന്റെ ഭൂമി ഇരുമ്പ് പോലെയും ഞാൻ ആക്കും. പാലും തേനും ഒഴുകുന്ന ആ ഒറ്റുകാർ ഒരു മുന്തിരിക്കൊല 2 പേർ ചുമന്നുകൊണ്ട് വരച്ചക്കവണ്ണം ഫലഭൂയിഷ്ടമായ ആ ദേശം പഴങ്ങളും പൂക്കളും കൊണ്ട് നിറഞ്ഞ താഴ്വരകളും മലകളും മുൻമഴയും പിന്മഴയും അതാത് സമയത്ത് കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട കനാൻ ദേശം. ബൈബിള് പറയുന്നു പാലും തേനും ഒഴുകുന്ന ദേശം. ആ ദേശത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു, നിന്റെ ഭൂമി ഞാൻ ഇരുമ്പാക്കും, നിന്റെ ദേശം ഞാൻ ശൂന്യമാക്കും, നിന്നെ ഞാൻ രാജ്യങ്ങളിൽ ചിതറിച്ചു കളയും, മാത്രമല്ല നിന്റെ പിന്നാലെ ഞാൻ വാളൂരും. കഴിഞ്ഞകാല ചരിത്രം ഒന്ന് നോക്കാട്ടെ. ഇത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് ലൂക്കോസ് 21:24 യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ വാളിന്റെ വായ്ത്തലയാൽ വീഴും, നിങ്ങളെ സകല ജാതികളിലും ബദ്ധരായി കൊണ്ടുപോകും. എന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ രാജ്യത്തും കൊണ്ടുപോകും. ആവർത്തനം 28:64 മോശ ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നിന്നെ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ ചിതറിക്കും. ഈ കൊച്ചു കേരളം, എറണാകുളം, കൊച്ചി പട്ടണം വാസ്തവത്തിൽ അത് സാക്ഷിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ യഹൂദം എന്ന് പാർത്തപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ 100 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് അവർ ഭൂമിയുടെ അറ്റങ്ങൾ ചിതറിച്ചപ്പോൾ കേരളത്തിലും അവർ വന്ന് പാർത്തു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ അവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഈ രാത്രിനെ കേൾക്കുന്നവർ ഓർത്തോണം, ബൈബിളിന്റെ പ്രവചനങ്ങൾ സത്യവും കൃത്യവുമാണ്. അവരെ ഇങ്ങനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ആശ്ചര്യമായി ദൈവം അതുപോലെ ശിക്ഷിക്കും. നിങ്ങളുടെ ഭൂമി പാഴ്നിലമാകും. ആ പാലും തേനും ഒഴുകുന്ന ദേശം ദൈവം ആകാശത്തിലെ മഴകളെ നിർത്തി ആ ഭൂമി ഇരുമ്പ് പോലെയായി. അവിടെ ഒരു പുല്ലും കിളുക്കാതെ കഴിഞ്ഞ 2000 വർഷങ്ങളോളം ആ പ്രദേശം വരണ്ട് വളരെ വൈൽഡായി, എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ ആ പ്രദേശമായി തീർന്നു. ആർക്കും വേണ്ട കൃഷി ചെയ്യുവാൻ. എന്നാൽ അവരോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞപ്പോൾ പറഞ്ഞ ചില വാക്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ദൈവം ഇവരോടുള്ള ബന്ധത്തിൽ ഈ ശിക്ഷ അവർ അനുഭവിച്ചു കഴിയുമ്പോൾ അവർ മറ്റൊരു കാര്യം ചെയ്യുമെന്ന് അതിന്റെ ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ തന്നെ അതിന്റെ 41-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അവർ തങ്ങളുടെ അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ, ആ വാക്ക് നോക്കിയാട്ടെ, അവർ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എന്റെ നിയമം ഓർക്കും, ഇസാക്കിനോടുള്ള എന്റെ നിയമം ഓർക്കും, ഞാൻ അബ്രഹാമിനോടുള്ള എന്റെ നിയമം ഓർക്കും, ദേശത്തെ ഞാൻ ഓർക്കും. ഈ രാത്രി ഒരു സത്യം ഓർത്തു കൊള്ളുക. പലസ്തീന്റെ മണ്ണിൽ അവർ മടങ്ങി വന്നത് 2000 വർഷത്തിന്റെ ശിക്ഷ കഴിഞ്ഞാണ്. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് അവർ ആർത്തട്ടഹസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ട് ബറബാസിനെ മതി എന്ന് പറഞ്ഞ് ദൈവപുത്രനെ ക്രൂശിച്ചപ്പോൾ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ദൈവപുത്രനെ ക്രൂശിച്ചു. ആ ക്രൂശീകരണത്തിന് മുമ്പ് അവരുടെ പട്ടണത്തെ നോക്കിക്കൊണ്ട് ഒലിമലയിൽ ഇരുന്നു കൊണ്ട് അവൻ കരഞ്ഞു. നിനക്ക് വരുന്നത് നിന്റെ ദുരന്തം നീ അറിഞ്ഞിരുന്നെങ്കിൽ വാസ്തവത്തിൽ കർത്താവ് അവിടെ ഇരുന്ന് കരഞ്ഞു. അവർക്ക് വരുന്ന വലിയ ദുരന്തം കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് ഇത് പറഞ്ഞു 40 വർഷം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ പോലെ വാളിന്റെ വായ്ത്തലയാൽ അവർ വെട്ടിവീഴ്ത്തപ്പെട്ടു. ഏതാണ്ട് 15 ലക്ഷം ആളുകൾ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തപ്പെട്ടു. ശേഷിച്ചവർ ലോകത്തിൽ ചിതറിക്കപ്പെട്ടു. ആ രാജ്യത്ത് ആരും ശേഷിക്കാതെ അവരെ ചിതറിച്ചു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, 15-ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു കടന്നുപോയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിപ്പാൻ കടന്നുപോയ ഒരു വ്യക്തി പറഞ്ഞത് എഴുതിയത് ഞാൻ വായിക്കുകയുണ്ടായി. 15-ാം നൂറ്റാണ്ടിൽ താൻ പുണ്യസ്ഥലമായ യെരുശലേം സന്ദർശിച്ചപ്പോൾ ആ യെരുശലേമിൽ ഏതാണ്ട് 4000 കുടുംബങ്ങൾ ഉള്ളതിൽ 70 കുടുംബങ്ങളെ യഹൂദന്മാരുള്ളൂ. ഈ 70 കുടുംബവും ദരിദ്രന്മാരും പാവപ്പെട്ടവരും ക്ഷീണിതരുമാണ്. ബാക്കിയുള്ളവർ എവിടെ പോയി? ആ ഫലഭൂയിഷ്ടമായ ദേശത്ത് നിന്ന് ദൈവം അവരെ ആട്ടിപ്പായിച്ച് കൊന്നുകളഞ്ഞു. അവർ ഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. അവരുടെ പിറകെ ഒരു വാളൂരി. അവർ ശിക്ഷിക്കപ്പെടുകയാണ്. അവർ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയാണ്. ഈ രാത്രി ഒന്ന് കേൾക്കണം. ദൈവം പറഞ്ഞു, അവർ ആ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർക്കും, ദേശത്തെ ഞാൻ ഓർക്കും. എന്താണ് ആ നിയമം? പിതാക്കന്മാരോട് ചെയ്ത നിയമം എന്താണ്? സങ്കീർത്തനങ്ങൾ 89:30 തൊട്ടുള്ള വാക്യം ഒന്ന് വായിക്കാം. എന്നെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ.
ബൈബിൾ എത്ര കൃത്യമാണെന്ന് ഓർത്താട്ടെ. 89 സങ്കീർത്തനം 30-37 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. എത്രയോ കൃത്യമായി അനേക വാക്യങ്ങൾ ഉള്ളതിൽ സമയത്തിന്റെ പരിധി കൊണ്ട് ഈ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. അവന്റെ പുത്രന്മാർ എന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എന്റെ വിധികളെ അനുസരിച്ചു നടക്കാതിരിക്കുകയും എന്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എന്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളയുകയില്ല, എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചാട്ടേത്. ഞാൻ അവരെ അടിക്കും, ശിക്ഷിക്കാതെ ഞാൻ വിടില്ല, എന്നാൽ അവരോടുള്ള എന്റെ ദയ അവങ്കിൽ നിന്ന് ഞാൻ നീക്കില്ലേ. നിങ്ങൾക്കറിയാമോ, ചരിത്രം ഒന്ന് അവഗ്രഹിച്ച് യഹൂദൻ അനുഭവിച്ച 10 ശിക്ഷ അനുഭവിച്ചിട്ടുള്ള രാജ്യങ്ങൾ, ഗോത്രങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. അവരനുഭവിച്ച 10 ശിക്ഷ അനുഭവിച്ചിട്ടുള്ള യാതൊരു ഗോത്രങ്ങൾ വർഗങ്ങളും ഭൂമിയിൽ നിന്ന് ശേഷിച്ചിട്ടില്ല. എന്നാൽ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ശിക്ഷിച്ചും മുടിച്ചു കളയില്ല, നിന്നോടുള്ള എന്റെ ദയ ഞാൻ വിട്ടുകളയില്ല. ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു, ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു എന്നാൽ അത് ചാമ്പലാകുന്നില്ലേ. ആ ജനത്തിന്റെ ചരിത്രമാണ് അഗ്നിയിൽ കത്തുന്ന മുൾപ്പടർപ്പ് ചാമ്പലാകാതെ നിന്നതുപോലെ 2000 വർഷങ്ങൾ ലോകരാജ്യങ്ങളുടെ മധ്യത്തിൽ അറുക്കപ്പെട്ടും കൊല്ലപ്പെട്ടും വെറുക്കപ്പെട്ടും ആ രാജ്യം തീക്കുണ്ടത്തിൽ കിടന്നുവെന്നാൽ അവർ ചാമ്പലായി മാറിയില്ല. ഹിറ്റ്ലർ മാത്രം യൂറോപ്പിന്റെ പ്രതലത്തിൽ 60 ലക്ഷം യഹൂദനെ കൊന്നൊടുക്കിയിട്ടും ദൈവപുത്രൻ വെളിപ്പെടുത്തിയ പോലെ അവരോടുള്ള എന്റെ ദയ ഞാൻ മറന്നുകളയില്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല, എന്നാൽ നിന്നെ ഞാൻ ശിക്ഷിക്കാതെ വിടില്ല. ഈ രാത്രിയിൽ അവരുടെ ചരിത്രം നമ്മുടെ മുന്നിൽ ഒരു വലിയ സാക്ഷ്യമാണ്, നമ്മുടെ മുന്നിൽ വലിയൊരു സാക്ഷ്യമാണ്. ദൈവം അവിടെ പറഞ്ഞു, ഞാൻ ദേശത്തെ ഓർക്കും, ഞാൻ ചെയ്ത ഉടമ്പടി ഞാൻ ഓർക്കും, ഞാനിത് മറന്നുകളയില്ല. ആ ഉടമ്പടി എന്താണ്? ദേശത്തോടുള്ള ബന്ധത്തിലുള്ള ഉടമ്പടി. കനാൻ ദേശം നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തന്നു. അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തു. ഈ രാത്രിനെ കേൾക്കുന്നവർ ഓർക്കണം, രാഷ്ട്രീയ മണ്ഡലത്തിൽ ആളിപ്പടരുന്ന വലിയ പ്രശ്നം ആരുടേതാണ്? ഈ ഭൂമി. ലോകരാജ്യങ്ങൾ ചേരിവിരി നിന്ന് വാസ്തവത്തിൽ ഇസ്രായേലിനെ തുടച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ, അവരെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. അവനാണ് ഇതിന്റെ അവകാശി. ആ ദൈവം ശാശ്വത അവകാശത്താൽ ഈ ജനത്തിന് ആ ഭൂമി കൊടുത്തു. അവരവിടെ ആട്ടിപ്പായിക്കപ്പെട്ടത് ദൈവത്തിന്റെ ശിക്ഷയാണ്. എന്നാൽ ലോകത്തിൽ ഇവര് ആട്ടിപ്പായിക്കപ്പെട്ട് ചിതറിക്കിടക്കുകയാണ്. ഇവരെ മടക്കി കൊണ്ടുവരണം. ഒരു വാക്യം വായിച്ചാട്ടെ, ജെരമ്യാ പ്രവചനം 31:27. ഞാൻ ദേശത്തെ ഓർക്കും, അവരെ മടക്കി കൊണ്ടുവരണം. അത്ഭുതകരമായ ചില സംഭവങ്ങൾ വായിച്ചു കേൾക്കാം. ജെരമ്യാവ് 31:27 വാക്യം. വാക്യം ഒന്ന് നോക്കിയാട്ടെ. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിലും യഹൂദ ഗ്രഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു കാലഘട്ടം ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. പലസ്തീന്റെ മണ്ണിൽ വീണ്ടും അവരുടെ വിത്തുകൾ ഞാൻ വിതയ്ക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ലൈബ്രറി തപ്പി നോക്കാം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക 1911 എഡിഷൻ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയിൽ വിദഗ്ധന്മാരുടെ വാക്കുകൾ എഴുതിയപ്പോൾ ഒരു ജർമ്മൻ പ്രൊഫസർ എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിക്കട്ടെ. അദ്ദേഹം പുരാതന എബ്രായ ഭാഷ പുനരുത്ഥാനം ചെയ്യുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി, the possibility that we can ever again recover the correct pronunciation of ancient Hebrew is as remote as possibility that a Jewish empire will again be established in the Middle East. എന്ന് പറഞ്ഞാൽ പുരാതന എബ്രായ ഭാഷയുടെ ഉച്ചാരണം ഇനിയും തിരിച്ചു ലഭിക്കുമെന്നുള്ളത് പലസ്തീന്റെ മണ്ണിൽ വീണ്ടും യഹൂദൻ കടന്നു വരുമെന്നുള്ള അസാധ്യത പോലാണ്. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ അവർക്ക് മടങ്ങി വരുവാൻ സാധ്യമല്ല. അവരുടെ ഭാഷ പുനരുത്ഥാനം പ്രാപിക്കില്ലേ? അസാധ്യമെന്ന് ലോകത്തിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ബ്രിട്ടാനിയ എൻസൈക്ലോപീഡിയയിൽ. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ബ്രിട്ടാനിയ എൻസൈക്ലോപീഡിയയും ലോകത്തിന്റെ വിദഗ്ധന്മാരും അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ദേശത്തെ ഓർക്കും,
ഞാൻ ആ ദേശത്ത് വീണ്ടും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്തുകൾ വിതയ്ക്കും. അവരെ വീണ്ടും മടക്കിക്കൊണ്ടുവരുന്ന കാര്യം ഓർപ്പിക്കുകയാണ്. എങ്ങനെയാണ് ദൈവത്തിന് ആ വിത്തുകൾ വിതയ്ക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് അവരെ മടക്കിക്കൊണ്ടുവരുന്നത്? അസാധ്യങ്ങളുടെ നടുവിൽ അസാധ്യമാണ്. ഈ ജനത്തെ മടക്കിക്കൊണ്ടുവരുന്നത് അസാധ്യമാണ്. കാരണം എന്നാ? അവർക്ക് രാഷ്ട്രീയമായ ഐക്യമില്ലേ. അവർ ലോകത്തിൽ ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ്. ലോകത്തിൽ ഐക്യതയില്ലാതെ ഒന്നൊന്നായി വാസ്തവത്തിൽ ചിതറിക്കിടക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ അസ്ഥികൾ ബന്ധമിട്ട് താഴ്വരയുടെ പരപ്പിൽ ഉണങ്ങി ജീവനില്ലാതെ ഉണങ്ങിപ്പോയ അസ്ഥികളെ പോലെ ബന്ധമിട്ട് അവർ ചിതറിക്കപ്പെട്ട് കിടക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ അസ്ഥികളെ കുറിച്ച് ദൈവം പറഞ്ഞു, ഇത് ഇസ്രായേൽ ഗൃഹമാണ്, ഇത് ഇസ്രായേൽ ഗൃഹമാണ്. പ്രവാചകനോട് ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, ദൈവമേ നീ അറിയുന്നു. കാരണം പ്രവാചകന് പോലും അറിയില്ലേ ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ. എന്നാൽ നോക്കിയാട്ടെ, എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം എടുത്താട്ടെ. അവിടെ ഞാൻ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ബ്രിട്ടാനിക്ക് എൻസൈക്ലോപ്പീഡിയ പറഞ്ഞതും ലോകത്തിന്റെ വിദഗ്ധന്മാർ പറഞ്ഞതും പ്രവാചകൻ പോലും സംശയദൃഷ്ട്യാ നോക്കിയതുമായ ഇവരുടെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു. അതിന്റെ 37-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. 12-ാം വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ചു അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. നിങ്ങളെ ഞാൻ ശവക്കുഴി തുറന്ന് ലോക ജനതയിൽ കിടക്കുന്ന ശവക്കുഴിയിൽ നിന്ന് നിങ്ങളെ കയറ്റി വീണ്ടും നിങ്ങളെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും. അതിനു മുമ്പിലുള്ള അധ്യായം 36-ാം അധ്യായത്തിൽ 21 പ്രാവശ്യം ദൈവം പറഞ്ഞു, ഞാനത് ചെയ്യും, ഞാനത് ചെയ്യും. ഐ വിൽ, ഐ വിൽ, ഐ വിൽ. 21 പ്രാവശ്യം ദൈവം പറഞ്ഞുകൊണ്ട് അതിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. നിങ്ങളെ ഞാൻ വീണ്ടും നിങ്ങളുടെ ദേശത്ത് വരുത്തും. എങ്ങനെ വരുത്തും? എങ്ങനെ വരുത്തും? അവർക്ക് പരസ്പര ബന്ധമില്ല, അവർക്ക് യാതൊരു ബലമില്ല, അവർക്ക് ആശയില്ല, ആഗ്രഹമില്ല. അവർ വാസ്തവത്തിൽ ലോകത്തിൽ ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ്. ചരിത്രം ഞാൻ ചുരുക്കി പറയട്ടെ, അവർ മടങ്ങി വന്നതിനകത്ത് യാതൊരു മാനുഷിക കരവുമില്ല. അത് മുഴുവൻ അത്ഭുതങ്ങളിൽ അത്ഭുതവും ദൈവത്തിന്റെ കരവുമാണ്. ഇവിടെ വായിച്ചതുപോലെ, ഞാനാണ് നിങ്ങളെ മടക്കി വരുത്തുന്നത്, ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി നിങ്ങളുടെ സ്വന്തം ദേശത്ത് ഞാൻ വരുത്തും എന്ന് ദൈവം പറയുമ്പോൾ ഒരു സത്യം ഈ രാത്രി ഓർക്കണം, ആ ദേശം നിത്യനിയമത്താൽ അവർക്ക് കൊടുത്തിരുന്നു. അവർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ലോകത്തിൽ അവർ ചിതറിക്കപ്പെട്ടു. കാലം അതിന്റെ അന്ത്യത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെ, എന്റെ വരവിന് മുമ്പ് വീണ്ടും ഈ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം തളിർക്കും, ഈ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ വീണ്ടും കൂടി വന്ന് ലോകത്തിൽ അവർ നിവർന്നു നിൽക്കും എന്ന് പ്രവാചകങ്ങളുടെ ദൈവം വെളിപ്പെടുത്തിയതുപോലെ അവരെങ്ങനെ മടങ്ങി വന്നു? അസാധ്യങ്ങളുടെ നടുവിൽ എങ്ങനെ മടങ്ങി വന്നു? ഈ രാത്രി കേൾക്കുന്നവരോട് ചുരുക്കി ഞാൻ ഓർപ്പിക്കാം, എങ്ങനെ മടങ്ങി വരുവാൻ അവർക്ക് സാധിച്ചു. അവർ മടങ്ങി വന്നു. മടങ്ങി വന്നെന്ന് മാത്രമല്ല, അവർ മടങ്ങി വരുവാൻ ആരംഭിച്ചപ്പോൾ ഭയങ്കരമായ പ്രശ്നം. ദൈവരെ കുറേശ്ശെ കുറേശ്ശെ മടക്കിക്കൊണ്ടുവന്നു. നമ്മൾ ജെറമ്യാവിൽ വായിച്ചു, മനുഷ്യരുടെയും മൃഗത്തിന്റെയും വിത്ത് വീണ്ടും ഞാൻ അവിടെ വിതയ്ക്കുന്ന കാലം വരും. കുറേശ്ശെ അവർ കുടിയേറി. 1800-ാം ആണ്ടിൽ 1000 യഹൂദന്മാരില്ലാത്ത പ്രതലത്തിൽ അവർ കുടിയേറുവാൻ ആരംഭിക്കുന്നു. 1897 അവരുടെ മധ്യത്തിൽ തന്നെ സിയോണിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായി. തിയഡോർ ഹെർസലിന്റെ നേതൃത്വത്തിൽ യെരുശലേമിൽ മടങ്ങിപ്പോകുന്ന, അവരുടെ സിയോനിലേക്ക് മടങ്ങിപ്പോകുന്ന വലിയ ആഗ്രഹം അവരുടെ മനസ്സിലുളവാക്കി. ആ ജനത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹമുളവാക്കി. അന്നവരുണ്ടാക്കിയ ആ ഒരു ഗീതമാണ് ഹറ്റ്വിക്ക, അല്ലെങ്കിൽ അവരുടെ ദേശീയ ഗാനം. ആ ദേശീയ ഗാനത്തിന്റെ പേര് ഹോപ്പ്, ആശ എന്നാണ്. അവരുടെ പിതാക്കന്മാരുടെ ഭൂമിയിലോട്ട് മടങ്ങിപ്പോകുന്ന ആശ. ഇന്നും അവരുടെ ദേശീയ ഗാനം ആ ഹോപ്പ് എന്നുള്ള ആ പാട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 1882 റഷ്യയില് അവർ പീഡിപ്പിക്കപ്പെട്ട് അവർ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ലവേഴ്സ് ഓഫ് സിയോൻ എന്ന് പറയുന്ന
ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് മടങ്ങിപ്പോകുവാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായി. സിയോണിസ്റ്റ് മൂവ്മെന്റുകാര് ആരെങ്കിലും പോകുകയാണെങ്കിൽ ഞങ്ങൾ പണം തരാമെന്ന് പറഞ്ഞു. $20 മില്യൺ കൊടുത്ത് പോകുന്ന യഹൂദന് അറബികളുടെ കയ്യിൽ നിന്ന് സ്ഥലങ്ങൾ മേടിപ്പാൻ അനുവദിച്ചു കൊണ്ടിരുന്നു. $20 മില്യൺ ഭൂമി ആ കാലത്ത് അവർ മേടിച്ചു. മരുഭൂമിയെ മേടിച്ചു, ചതുപ്പ് നിലങ്ങളെ മേടിച്ചു, ഉപ്പ് നിലങ്ങളെ മേടിച്ചു. ആർക്കും വേണ്ടാതെ കിടന്ന ഭൂമികൾ അറബികൾ വലിയ വിലയ്ക്ക് അവർ വിറ്റു. ആ ഭൂമികൾ അവർ കരസ്ഥമാക്കി. ആ കരസ്ഥമാക്കി ഉപ്പുവെള്ളം അവർ ഊറ്റിക്കളഞ്ഞു. മരുഭൂമിയിൽ അവര് വെള്ളങ്ങൾ ഒഴിച്ചു, മരങ്ങൾ അവർ നട്ടുപിടിപ്പിച്ചു. ആ പ്രദേശത്ത് അവരുടെ പിതാക്കന്മാർ ചോര വെള്ളമാക്കി 850 ലക്ഷം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നു. എന്നാൽ അവിടെയുള്ള കുടിയേറ്റ സമയത്ത് വലിയ പ്രശ്നങ്ങൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ അമർന്നിരുന്ന ആ പ്രതലം, ഒന്നാം ലോകയുദ്ധകാലത്ത് യഹൂദന് കൊടുക്കുവാൻ മോചിപ്പിച്ചെടുത്ത ആ സ്ഥലം, അവിടെ യഹൂദൻ കുടിയേറുന്നത് അവർ തടസ്സപ്പെടുത്തി. അവർക്കറിയാം, ലോകത്തിനറിയാം ഇതൊരു പ്രശ്നമാകും. ബ്രിട്ടീഷുകാർ അവരോട് പറഞ്ഞു, ഉഗാണ്ടയിൽ നിങ്ങൾക്ക് സ്ഥലം തരാം. വെസ്റ്റേൺ ഓസ്ട്രേലിയ പോയി പരിശോധിച്ചു, അതും അവർക്ക് വേണ്ടി കൊടുത്തു. തുർക്കിയിലെ രാജാവ് ഇന്നത്തെ ഇറാഖിൽ മെസൊപ്പൊത്തേമിയയിൽ അവർക്കൊരു മാതൃരാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. സീനായ് പ്രദേശം അവർക്ക് വേണ്ടി കണ്ടു. നോക്കുക, ഉഗാണ്ടയും വെസ്റ്റേൺ ഓസ്ട്രേലിയയും സൈനയുടെ മരുഭൂമിയുടെ പ്രദേശവും മെസൊപ്പൊട്ടേമിയയും ലോകരാജ്യങ്ങൾ അവർക്ക് വേണ്ടി നീട്ടിക്കൊടുത്തതിന്റെ കാരണം അവരവിടെ മടങ്ങി വന്നാൽ വലിയ പ്രശ്നം രാഷ്ട്രീയമായി ഉണ്ടാകും. എന്നാൽ ദൈവം എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് തന്നെ വരുത്തും. ബ്രിട്ടാനിക്ക എൻസൈക്ലോപ്പീഡിയ പറഞ്ഞു, ആ ദേശത്ത് അവർ വന്ന് രാജ്യം സ്ഥാപിക്കുന്നത് അസാധ്യമാണെന്ന് പറഞ്ഞു. ആളുകൾ കുടിയേറുവാൻ തുടങ്ങി. ഏതാണ്ട് 1-ാം ലോകയുദ്ധം കഴിയുമ്പോൾ 1.5 ലക്ഷം ജനങ്ങളും 2-ാം ലോകയുദ്ധം കഴിയുമ്പോൾ ഏതാണ്ട് 6.25 ലക്ഷം ജനങ്ങളും കുടിയേറുവാനിടയായി. ഹിറ്റ്ലറിന്റെ ഭീകരമായ ആ കൊലപാതകം, ഏതാണ്ട് 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടവരിൽ ഏതാണ്ട് 15 ലക്ഷം അവരുടെ കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഓർക്കണം, ലോകമെന്ന് മനസ്സിലാക്കി. യഹൂദന്റെ 15 ലക്ഷം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 60 ലക്ഷം യഹൂദന്മാർ അവിടെ കൊല്ലപ്പെട്ടു. അവർ ജീവരക്ഷാർത്ഥം കപ്പലുകളിൽ കയറി വാഗ്ദത്ത നാട്ടിലോട്ട് യാത്ര ചെയ്ത് കനാൻ ദേശം അവരുടെ മുന്നിൽ കണ്ടപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരോട് ഭരിച്ചു. അവിടെ അവർ കുടിയേറാതിരിപ്പാൻ ബ്രിട്ടീഷുകാരെ കപ്പലുകൾ മുക്കി. എത്രയോ കപ്പലിൽ ജീവരക്ഷാർത്ഥം ഓടി വന്ന യഹൂദനെ ബ്രിട്ടീഷുകാർ കടലിൽ മുക്കി. മെഡിറ്ററേനിയൻ കടലിൽ അവർ മുങ്ങി. ഈ രാത്രി ഒന്ന് കേട്ട്, അവർക്ക് യൂറോപ്പിൽ ജീവിപ്പാൻ നിവൃത്തിയില്ല, ലോകത്തിൽ ഒരിടത്തും നിവൃത്തിയില്ല. അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ യാത്ര ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാരെ കപ്പലുകൾ മുക്കി അനേക യഹൂദന്മാരെ അവിടെ കൊന്നു. അവർക്ക് ജീവിപ്പാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ലോകമനസാക്ഷി തട്ടി ഉണർത്തപ്പെട്ടു. UN വോട്ടിനിട്ടു. 33 വോട്ട് യഹൂദന് ഫലസ്തീൻ രാഷ്ട്രമായി കൊടുക്കാമെന്നും 13 വോട്ടുകൾ അവർക്ക് വിരുദ്ധമായി നിന്നു. 10 വോട്ടുകൾ അബ്സ്റ്റെയിൻ ചെയ്ത് വോട്ട് ചെയ്യാതെ നിന്നു. സകല അറബികളും അവർക്ക് വിരോധമായി. എന്നാൽ 13-നെതിരെ 33 വോട്ടിന് UN അവതരിപ്പിച്ച ആ വസ്തുത പാസ്സായപ്പോൾ ഒരു പുതിയ രാഷ്ട്രം പലസ്തീനിൽ പിറന്നു വീണ് അടുത്ത ദിവസം ഭീകരമായ യുദ്ധത്തിന് അവർ വഴി തുറക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ അവിടെ കൊന്നൊടുക്കുകയാണ്. ഈ രാത്രി ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, അവിടെ ഒരു വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. അവർ പിറന്നു വീണത് യെശയ്യാ പ്രവചനം 66-ന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 66-ന്റെ 7 തൊട്ടുള്ള വാക്യം. നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയായുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കും. ദൈവം തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? രാജ്യമില്ലാതെ കിടന്ന ഭൂമിയിൽ, ലോകത്തിൽ ചിതറിക്കപ്പെട്ട് കിടന്ന ജനങ്ങൾ, നിങ്ങൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു രാജ്യം ഒരു ദിവസം കൊണ്ട് പിറക്കുന്നത്? സ്തോത്രം! അത്ഭുതമല്ലേ? ഇന്ത്യ മഹാരാജ്യം 47-ൽ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഈ രാജ്യത്ത് ജനങ്ങളുണ്ട്. ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ ഭരിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ
ഇന്ത്യ മഹാരാജ്യം 47 പുതുതായി പിറന്നു വീണതല്ല. എന്നാൽ ലോകത്തിൽ ദൈവം ചോദിക്കുന്നു, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? മെയ് മാസം 1448 ഒരു രാജ്യം പിറന്നു വീഴുമ്പോൾ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ പീഡനത്തിന്റെയും വേദനയുടെയും ഭയങ്കരമായ വിപത്തുകളുടെയും നടുവിൽ സിയോൻ പ്രസവിക്കുന്നു. ഒരു രാഷ്ട്രം പിറന്നു വീഴുന്നു. അത്ഭുതങ്ങളിൽ അത്ഭുതം. ദൈവം തന്നെ ചോദിക്കുന്നു, നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞ വാക്കോർക്കുക. എത്രയോ അത്ഭുതമാണ്. സിയോൻ ഒരു ദിവസം കൊണ്ട് യുവന്റെ വോട്ടുമൂലം പിറന്നു വീണു. അവിടെ നിന്നുള്ളവരുടെ ചരിത്രം നോക്കിയാൽ അത്ഭുതമാണ്, അത്ഭുതമാണ്. ഞാൻ പറഞ്ഞു, ഒന്നും സ്വാഭാവികമായിട്ട് അവരെ കുറിച്ച് സംഭവിക്കുന്നില്ല. ഞാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് മറ്റു ചില വസ്തുതകളൂടെ ഓർപ്പിച്ചോട്ടെ. ഇന്ന് ആ ദേശം ഒന്ന് സന്ദർശിച്ചേ. 2 പ്രാവശ്യം ആ ദേശം സന്ദർശിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകൂ. ഞാൻ ക്ഷണിക്കപ്പെട്ട ആ ദേശത്ത് ഞാൻ പോവുകയായിരുന്നു. ആ ദേശം സന്ദർശിച്ചു. എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത് ഞാൻ കണ്ടു. നോക്കാം, ജെരമ്യാ പ്രവചനം ഒന്നെടുക്കാം. 31-ാം അധ്യായം എടുത്താട്ടെ. ജെരമ്യാ പ്രവചനം 31. ഈ രാത്രിയിൽ സംശയദൃഷ്ടിയാ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ദൈവജനം സത്യമാണെന്നുള്ളത് തെളിയിച്ചു തരുവാൻ ആ വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. അതിന്റെ 31-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അന്ന് ഞാൻ പരിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നതുപോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിനു മുമ്പുള്ള വാക്യമാണ്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. എന്നിട്ട് ദൈവം പറയുകയാണ്, as I was watching over them to pluck them and to destroy them, I will watch over them to build and to plant. ഞാൻ അവരെ നശിപ്പിച്ചു കളയുവാൻ, ഞാൻ അവരെ മുടിച്ചു കളയുവാൻ I was watching over. അവരോടുള്ള ബന്ധത്തിൽ ദൈവം മുമ്പുകൂട്ടി പറഞ്ഞ പ്രവചനം നിവർത്തിക്കുവാൻ, അവർ നശിക്കുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സന്തതികൾ നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിക്കുവാൻ ദൈവം നോക്കിക്കൊണ്ടിരുന്നു. I was watching over them. അവർ നശിപ്പിക്കപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു, അവർ കൊല്ലപ്പെട്ടു. It was the work of God. ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. ദൈവം അവരെ നശിപ്പിക്കുകയായിരുന്നു. എന്നാൽ മറുഭാഗം, as I was watching over them, ഞാൻ ഇതുപോലെ അവരെ സൂക്ഷിച്ച പോലെ ജാഗരിച്ചതുപോലെ ഇനിയും പണിയുവാനും ഇനിയും നടുവാനും ഞാൻ ജാഗരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ. മരുഭൂമിയായി കിടന്ന പ്രതലം, ശൂന്യമായി കിടന്ന ദേശം, പാഴായി കിടന്ന പട്ടണം. എന്റെ കേൾവിക്കാരോട് യെശയ്ക്കേൽ പ്രവചനം 36 നിന്ന് ഞാൻ ചില വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജെരമ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രവാചകന്മാർ പലരും രേഖപ്പെടുത്തി. അതെല്ലാം വായിച്ചു കേൾപ്പാൻ നിവൃത്തിയില്ലല്ലോ. ഏതായാലും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ. യെശയ്ക്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 36-ാം അധ്യായത്തിൽ ദൈവം ആവർത്തിച്ചു പറയുന്നു. ഏതാണ്ട് 21 പ്രാവശ്യം ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്ത് കൊണ്ടുവരും. 36-ന്റെ 33-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണം. ശൂന്യ സ്ഥലങ്ങളെയും പണിയും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയി തീർന്നുവല്ലോ എന്ന് അവർ പറയും. യെശയ്യാ പ്രവചനം 61-ന്റെ 4-ാം വാക്യത്തിൽ തലമുറ തലമുറയായി ശൂന്യമായി കിടന്ന ദേശം, 47 തലമുറകൾ യഹൂദൻ അവിടെ ഇല്ലാതെ അത് പാഴായി കിടന്നു, അത് ഇടിഞ്ഞു കിടന്നു, അത് ശൂന്യമായി കിടന്നു. എന്നാൽ ഇന്ന് യെരുശലേം, ബർഷീബ, ഹൈഫ, ടെല്ലവീവ്, അസ്തോദ് മുതലായ വലിയ പട്ടണങ്ങൾ അവിടെ പണിയപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ വചനം ഒന്ന് ശ്രദ്ധിക്കുക. ശൂന്യമായി കിടന്ന ദേശത്ത് പട്ടണങ്ങൾ പണിയും. ലോകത്തിലെ വലിയ പട്ടണങ്ങൾ ടെല്ലവീവ്, ബർഷീബ, ഹൈഫ മുതലായ പട്ടണങ്ങൾ 48-ൽ പിറന്നു വീണ ശേഷം 60 വർഷത്തിനുള്ളിൽ അവിടെ സംഭവിച്ച അത്ഭുതങ്ങളിൽ അത്ഭുതം ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ വലിയ പട്ടണങ്ങൾ അവിടെ ഉയർന്നു കഴിഞ്ഞു. എന്ന് മാത്രമാണോ, ദൈവം പറഞ്ഞ വാക്കോർക്കണം, വീണ്ടും അവിടെ കൃഷി നടക്കും, വീണ്ടും അവിടെ കൃഷി നടക്കും. എന്നെ പ്രിയപ്പെട്ടവരെ, നെഗവ് എന്ന് പറയുന്ന മരുഭൂമി
നെഗവ് മരുഭൂമി. അബ്രഹാമും ഇസഹാക്കും യാത്ര ചെയ്ത ബർഷീബ മരുഭൂമി. നെഗവ് മരുഭൂമി ഇന്ന് 2,00,000 ഹെക്ടർ, ഗലീല കടലിൽ നിന്ന് 300 കിലോമീറ്റർ നീളത്തിൽ 2500-ലധികം മില്ലിമീറ്റർ വ്യാസമുള്ള ഭീമമായ പൈപ്പുകളിലൂടെ 4,00,000 ഹോഴ്സ് പവർ മോട്ടോറുകൾ പമ്പ് ചെയ്ത് 300 കിലോമീറ്റർ നീളത്തിൽ വെള്ളം കൊണ്ടുവന്ന് നെഗവ് മരുഭൂമി കൃഷി ചെയ്ത് 2,00,000 ഹെക്ടർ കൃഷിഭൂമിയാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് പൂക്കളും പഴങ്ങളും ലോകത്തിൽ അവർ കയറ്റി അയക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, വീണ്ടും അവിടെ കൃഷി നടക്കും. പാഴായി കിടന്ന ദേശം കൃഷി നടക്കും. ശൂന്യമായി കിടന്ന പട്ടണങ്ങൾ വീണ്ടും പണിയപ്പെടും. എന്ന് മാത്രമല്ല, ആ ദേശത്ത് നിന്ന് ലോകത്തിൽ ആകമാനം അവർ പഴങ്ങൾ കയറ്റി അയക്കുന്നു. വേണമെങ്കിൽ വായിക്കാം. യെശയ്യാ പ്രവചനം 27-ന്റെ 6 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ മടങ്ങി വന്ന് വേരൂന്നുമ്പോൾ, ഇംഗ്ലീഷിൽ വായിക്കുന്നത് they shall fill the face of the world with fruits. ഭൂമിയുടെ ഉപരിതലം പഴങ്ങൾ കൊണ്ടവർ നിറയ്ക്കും. അത്ഭുതമല്ലേ? എന്തുകൊണ്ടാണ് മുമ്പ് അവിടെ പാർത്തവർ കൃഷി ചെയ്യാതിരുന്നത്? എത്രയോ രാജ്യങ്ങൾ അവിടെ പാർത്തു. ആ പ്രതലം എന്തുകൊണ്ട് കൃഷി നടന്നില്ലേ? എന്നാൽ ഇന്നത് കൃഷി നടക്കുകയാണ്. തലമുറയായി ശൂന്യമായി കിടന്നു. ആമോസിന്റെ പുസ്തകം 9-14-15 വായിച്ചാട്ടെ. ആ വാക്യം ഒന്ന് വായിക്കാം. കാനാവിൽ ഞങ്ങൾ കടന്നുപോയി. അന്ന് സന്ദർശകരായി കടന്നുപോയി. കാനാവിൽ കടന്നു ചെന്നപ്പോൾ യേശു വെള്ളം വീഞ്ഞാക്കിയ കാനാവിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഷോപ്പുകളിൽ അവിടെ ഉണ്ടാക്കിയ വീഞ്ഞ് സൗജന്യമായി കുടിപ്പാൻ തരും, സൗജന്യമായി രുചിച്ചു നോക്കാൻ തരും. പലസ്തീന്റെ മണ്ണിൽ അവർ വളർത്തിയെടുത്ത മുന്തിരിയുടെ പഴങ്ങൾ വീഞ്ഞാക്കി തീർത്തിട്ട് ആ വീഞ്ഞ് അവർ കുടിക്കാൻ തന്നപ്പോൾ ആമോസ് 9-14-15 വായിച്ചാട്ടെ. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞ് കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. എന്റെ ജനത്തെ ഞാൻ മടക്കിക്കൊണ്ടുവരുമ്പോൾ വീണ്ടും അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം അനുഭവിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവജനം എത്ര സത്യമാണ്, എത്ര കൃത്യമാണ്. കാലത്തിന്റെ അന്ത്യത്തിൽ ആ രാഷ്ട്രം മടങ്ങി വരും. കാലത്തിന്റെ അന്ത്യത്തിൽ ശൂന്യമായ ദേശത്ത് കൃഷി നടക്കും. ആ ദേശത്ത് വീണ്ടും വലിയ പട്ടണങ്ങൾ പണിയപ്പെടും. എന്ന് മാത്രമല്ല, അവരുടെ ഭാഷ വീണ്ടും പുനരുത്ഥാനം പ്രാപിക്കും. ബ്രിട്ടാനിക് എൻസൈക്ലോപ്പീഡിയ എഴുതി വെച്ചു, അവരുടെ പുരാതന ഭാഷ മടങ്ങി വരുന്നത് അസാധ്യമാണ്, ഒരിക്കലും സാധിക്കുകയല്ല. ഇന്ന് പലസ്തീന്റെ മണ്ണിൽ ചെന്നാൽ, അതിലെ യാത്ര ചെയ്താൽ ഒരു ഹോട്ടലിൽ എക്സിറ്റ് എന്ന് പോലും ഇംഗ്ലീഷിലില്ല. എല്ലാം എബ്രായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, ലേബലുകൾ മുഴുവൻ എബ്രായ ഭാഷയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ആ 2 വാക്യങ്ങൾ ജെരമ്യാ 31-23, അതുപോലെ സഫന്യാ 3-9 അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ വീണ്ടും ശുദ്ധമായ എബ്രായ ഭാഷ അവർ സംസാരിക്കും. അവിടെ മാത്രമല്ല, യെശയ്യാ 19-18 വായിക്കാം. അവർ പലസ്തീന്റെ മണ്ണിൽ മാത്രമല്ലേ, യെശയ്യാ 19-18 ഇങ്ങനെ വായിക്കുന്നു, അന്നാളിൽ മിസ്രയീം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ചു. 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിക്കും. നോക്കുക, ഈജിപ്തിലും ഈ ഭാഷ സംസാരിക്കും. ഈ മറന്നുപോയ, ചരിത്രത്തിൽ ഈ വിധത്തിൽ നഷ്ടമായി പോയ ഭാഷ 2000 വർഷമായി അവരുടെ കുഞ്ഞുങ്ങൾ അവർ ലോകത്തിൽ ചിതറിക്കപ്പെട്ട് കിടന്നപ്പോൾ പല രാജ്യങ്ങളും എബ്രായ ഭാഷ സംസാരിപ്പാൻ അനുവദിച്ചില്ല. റഷ്യയിൽ ഒരു എബ്രായ പുസ്തകം അത് സൂക്ഷിക്കുന്നത് ശിക്ഷാർഹമായിരുന്നു. അസിമിലേഷൻ, രാജ്യത്തിന്റെ ഭാഗമാക്കി അവരെ തീർക്കുവാൻ അത് അനുവദിക്കാതിരുന്നു. അവർ പീഡിപ്പിക്കപ്പെട്ട് അവർ ഈ ഭാഷകൾ മറന്നുപോയി. അവർ ചെന്ന രാജ്യങ്ങളിലെ ഭാഷകളും അവരുടെ ഭാഷയും കൂടെ കൂടിക്കലർന്ന് വ്യത്യസ്തമായ ഭാഷയുണ്ടായി. സ്പെയിനിൽ ജീവിച്ചവര് സ്പാനിഷും എബ്രായ ഭാഷയും കൂടെ ചേർന്ന് ലാഡിനോ ഉണ്ടായി. ജർമ്മനിയിൽ വസിച്ചവർ ജർമ്മൻ ഭാഷ എബ്രായ ഭാഷയും കൂടെ ചേർന്ന് ഇഡിറ്റ് ഭാഷയുണ്ടായി. അനേക പുസ്തകങ്ങൾ ഇഡിഷിലും ലാഡിനോ ഭാഷയിലും ലഭിക്കും. എന്നാൽ ഓർക്കണം, യഹൂദന്റെ മലിനപ്പെട്ടുപോയ ഭാഷയാണ്. ആ മലിനപ്പെട്ടുപോയ ഭാഷ ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആ ഭാഷ മലിനപ്പെട്ടുപോയി. എന്നാൽ ദൈവം പറഞ്ഞു, when I bring back your people, they will again speak this pure Hebrew in their language. സെഫന്യാവ് 3:9 വായിക്കുന്നു. ശുദ്ധമായ എബ്രായ ഭാഷ സംസാരിക്കും. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ,
ഒരു കാര്യം കൂടെ പറയാൻ എന്റെ മനസ്സ് പ്രേരണ തോന്നുന്നു. കാരണം നമ്മുടെ പത്രങ്ങളിൽ, നമ്മുടെ വാർത്തകളിൽ ആവർത്തിച്ച് മുന്തി നിന്ന ഒരു വാർത്തയായതുകൊണ്ട് യെശയ്ക്കേൽ, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. യെശയ്ക്കേൽ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യെശയ്ക്കേൽ 37-ന്റെ 10-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 2000 വർഷം പീഡിപ്പിക്കപ്പെട്ട്, കൊല്ലപ്പെട്ട്, ഐക്യതയില്ലാതെ, ജീവനില്ലാതെ കിടന്ന ശവങ്ങൾക്ക് തുല്യമായി കിടന്ന ഈ ജനം ദൈവം ജീവിപ്പിച്ച് മടക്കി കൊണ്ടുവന്നപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകൻ പറഞ്ഞു, അവരൊരു വലിയ സൈന്യമായി മാറും. എന്തിനാണ് ഇന്ത്യൻ ഗവൺമെന്റ് 10,000 കോടി രൂപയുടെ സർഫസ് ടു എയർ മിസൈലിന് കരാർ കൊടുത്തതും ബീഹാറിൽ ഓർഡിനൻസ് ഫാക്ടറി 1500 കോടി രൂപയ്ക്ക് ഇസ്രായേലിനോട് ചേർന്ന് ആരംഭിപ്പാൻ കരാർ ഒപ്പുവെച്ചതും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ $9 ബില്യൺ ആയുധങ്ങൾ മേടിക്കുകയും? എന്തിനാണ് റഷ്യ $5 കോടി പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങൾ അവരോട് മേടിക്കുമ്പോൾ? ഈ രാത്രി ഒരു സത്യം ഓർത്താട്ടെ. 60 വർഷം മുമ്പ് ആരുമല്ലാതെ കൊല്ലപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, ബലഹീനരായി കിടന്ന ആ ജനം ബൈബിളിൽ പറഞ്ഞതുപോലെ അവരൊരു വലിയ സൈന്യമായി. ഈ രാത്രി ഞാൻ ചോദിച്ചോളട്ടെ, എന്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ബൈബിൾ സത്യമല്ലേ? ബൈബിൾ പ്രവചനം സത്യമല്ലേ? അവരെ ശിക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞു. ഏത് വിധത്തിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ ശിക്ഷിച്ചു. ലോകത്തിൽ അവർ ചിതറിക്കപ്പെട്ടു. ദൈവങ്ങളുടെ പിറകെ വാളൂരി. അവർ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത വാക്ക് ദൈവം ഓർക്കും, ഉടമ്പടി ദൈവം ഓർക്കും, അവർക്ക് കൊടുത്ത ദേശത്ത് അവരെ മടക്കി വരുത്തും. ഞാൻ എല്ലാ ചരിത്രത്തിലേക്കും പോയില്ലേ. 1-2 ലോകമായുധം അവർ മടങ്ങി വരുവാൻ ഇടയായി. അവരെ അത്ഭുതകരമായി ലോകത്തിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ മടങ്ങി വന്നപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ജനം വിജയാളികളായി മാറി. ലോകത്തിൽ വലിയ സൈന്യമായി, പഴങ്ങളും പൂക്കളും കയറ്റി അയക്കുന്നവരായി, ബൈബിളിൽ പറഞ്ഞ പോലെ അവരുടെ ഭാഷ സംസാരിക്കുന്നവരായി, ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണങ്ങൾ പണിതവരായി, ലോകത്തിലെ ഏറ്റവും വിദ്വേഷമുള്ളൊരു രാഷ്ട്രമായി, ലോകത്തിലെ ഏറ്റവും സംസാര വിഷയമായ ഒരു രാഷ്ട്രമായി അവർ ലോകത്തിൽ തീർന്നു എന്നുള്ളത് സത്യമാണ്. ഒന്നുകൂടെ വായിക്കാം. യെരമ്യാവ് 31:10. ഇനിയുള്ള ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്റെ കേൾവിക്കാരെ, ഇസ്രായേലിന് സംഭവിച്ചത് അവിചാരിതമല്ലല്ലോ. ഇസ്രായേലിന് സംഭവിച്ചത് പ്രവചനത്തിൽ പറഞ്ഞ പോലാണല്ലോ. ബൈബിള് സത്യമാണെന്ന് വെളിപ്പെടുത്തുന്നല്ലോ. ദൈവത്തിന്റെ വചനം കൃത്യമാണെന്ന് പറയുന്നല്ലോ. കഴിഞ്ഞകാല ചരിത്രങ്ങൾ യഹൂദന്റേത് സത്യമെന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ലേ? ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറവിൻ. ദൈവം പറയുകയാണ്, ലോക ജനതയോട് വിളിച്ചു പറയുവാൻ. എന്താ വിളിച്ചു പറയേണ്ടത്? ഇസ്രായേലിനെ ചിതറിച്ചവൻ വീണ്ടും കൂട്ടി വരുത്തി. സ്തോത്രം. ഈസ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. ഇത് ലോകത്തോട് വിളിച്ചു പറയണം. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടി വരുത്തി. ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. ഞാൻ നിങ്ങളുടെ ദേശത്ത് കൊണ്ടുവരും. ഉഗാണ്ടയും വെസ്റ്റ് ഓസ്ട്രേലിയയും സൈനയുടെ പ്രദേശവും മെസൊപ്പൊട്ടോമിയയും അനേക സ്ഥലങ്ങൾ അവർക്ക് വാസഭൂമിയായി ലോകരാഷ്ട്രങ്ങൾ നീട്ടിക്കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ആ ദേശത്ത് തന്നെ അവരെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഉടമ്പടി പോലെ ആ സ്ഥലം, ഇരുമ്പ് പോലെ കടുപ്പമുണ്ടായിരുന്ന സ്ഥലം വാസ്തവത്തിൽ കൃഷിഭൂമിയാക്കി മാറ്റി. ദൈവം പറഞ്ഞതുപോലെ ശൂന്യമായ പ്രതലം പട്ടണങ്ങളാക്കി മാറ്റപ്പെട്ടു. ആ പ്രദേശം അവരുടെ ഭാഷ മടങ്ങി വന്നു. ദൈവം പറഞ്ഞ പോലെ അവരെ ദൈവം അവിടെ മടക്കി കൊണ്ടുവന്നു. ലോകത്തിന്റെ മധ്യത്തിൽ അവർ ചോദ്യചിഹ്നമായി. എന്തുകൊണ്ട്? നിങ്ങൾ നോട്ടീസിൽ കണ്ടു, വൈ, എന്തുകൊണ്ട് ദൈവം പറയുന്നു, പ്രസംഗിച്ചോ, ലോകത്തിലാകോളം വിളിച്ചു പറഞ്ഞു, രാഷ്ട്രങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് അവരെ ചിതറിച്ചതും ഞാനാണ് അവരെ മടക്കി വരുത്തിയതും. ദൈവമേ, എന്തിനാണ് ഞങ്ങൾ ഇത് പ്രസംഗിക്കേണ്ടത്? മനുഷ്യവർഗത്തോട് വിളിച്ചു പറയണം. ചരിത്രം അതിന്റെ സമാപ്തിയിൽ വരുന്നു. സ്തോത്രം. മനുഷ്യ ചരിത്രം, ഈ യുഗം അതിന്റെ അവസാനത്തിൽ വരുന്നു. ലോകം അതിന്റെ അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞു. ബുദ്ധിയുള്ളവരെ,
ഈ പ്രസംഗിച്ചത് സത്യമാണ്. സത്യമാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവപുത്രൻ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു, ഇത് സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലകളെ ഉയർത്തിക്കോണം, ഞാൻ വാതിക്കലാണ്. സ്തോത്രം. ഈ രാത്രിനെ കേൾക്കുന്നവരോർത്താട്ടെ, അവൻ മടങ്ങി വരുന്നു എന്ന് നമ്മുടെ എല്ലാ പത്രങ്ങളും ഘോഷിക്കുന്നു. അവരെ കുറിച്ചുള്ള വാർത്ത നമ്മുടെ കാതിൽ വീഴുമ്പോൾ, ബ്രദറെ, യെശയ്യാവ് 11:11-12 വായിച്ചാട്ടെ. എന്റെ മനസ്സ് ആ വാക്യത്തിലേക്ക് ഓടിപ്പോയി, ഒന്നെടുത്ത് വായിക്കാം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശ്ശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദായുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. I will raise a banner for the nations by bringing back the captivity of my people from the four corners of the world. ലോകത്തിന്റെ നാനാകോണിൽ നിന്നും എന്റെ ജനത്തെ ഞാൻ മടക്കിക്കൊണ്ടുവരുമ്പോൾ ലോകത്തിന് ഞാൻ ഒരു ബാനർ കളത്തുകയാണ്. സ്തോത്രം. ഈ യോഗത്തിന്റെ ബാനർ പലയിടത്ത് ഞാൻ കണ്ടു. വായിക്കുന്നവരോട് ഒരു സത്യം തുറന്നു പറയുകയാണ്, ഇവിടെ ഒരു യോഗമുണ്ട്, ഇവിടെ പ്രസംഗിക്കുന്ന വിഷയം ഇന്നതാണ്, നിങ്ങൾ ഇവിടെ വന്ന് കേൾക്കണമെന്ന് ആ ബാനറിലൂടെ വിളിച്ചു പറഞ്ഞു. ഏതായാലും ഒന്ന് ആലോചിച്ച് നോക്കേ, സ്വർഗത്തിലെ ദൈവം, അത്യുന്നതനായ ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ, രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഒരു കൊടി ഉയർത്തി, ഒരു ബാനർ കളത്തി. ദൈവം പറയുകയാണ്, വായിച്ചോ, എന്റെ കരത്താൽ എഴുതപ്പെട്ടത് വായിച്ചോ. ഒരിക്കൽ മോശയുടെ കരത്തിൽ കൽപ്പലകളിൽ എഴുതി 10 കൽപ്പന ദൈവം കൊടുത്തപ്പോൾ അവന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ എന്താണെന്നുള്ളത് വിളിച്ച് പറഞ്ഞതുപോലെ മനുഷ്യവർഗത്തിന്റെ മധ്യത്തിൽ ദൈവം മറ്റൊരു കൊടി ഉയർത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വായിക്കുന്ന ഒരു ബാനറാണ്. ഒരു ബാനർ കളത്തിയത് വെറുതെയല്ല, വായിച്ച സത്യം മനസ്സിലാക്കാൻ ബാനർ കളത്തിയിരിക്കുകയാണ്. ബാനറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ചരിത്രം അവസാനിക്കുന്നു, ലോകം അതിന്റെ അന്ത്യത്തിലെത്തുന്നു, യുഗം അവസാനിക്കുന്നു, യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തിരുവെഴുത്തുകളെ നിവർത്തിച്ചുകൊണ്ട്, പ്രവാചകന്മാരുടെ വാക്കുകളെ നിവർത്തിച്ചുകൊണ്ട്, കാലത്തിന്റെ തികവിൽ അവൻ ബേത്ലഹേമിൽ ജനിച്ചു. സ്തോത്രം. അനേക പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ദൈവത്തിൽ ഒന്നാമത് ഈ ഭൂമിയിൽ വന്നു. അനേക പ്രവചനങ്ങൾ ലോകത്തിൽ നിവർത്തിക്കപ്പെടുന്നു. അസാധ്യങ്ങൾ സംഭവിക്കുന്നു. രണ്ടാമത് അവൻ വരുന്നതിന് മുമ്പ് ആ സംഭവങ്ങൾ ലോകത്തിൽ നടക്കുകയാണ്. വണ്ടർഫുൾ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയിലെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നുകിൽ ഇതൊക്കെ മൗഢ്യമാണ്, ഇതൊക്കെ മഠയത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാം. അനേകര് പറയുന്നത് പോലെ, പൊട്ടിത്തെറി കൊണ്ട് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്നത് പോലെ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകാം. ഒരു കാര്യമായിരുന്നെങ്കിൽ പോകാം. എങ്ങനെ ഒഴിഞ്ഞു പോകും? ഈ രാത്രിയിലൊന്ന് ശ്രദ്ധിച്ചേ എന്റെ പ്രിയപ്പെട്ടവരെ. മറ്റ് പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യമായി വിദ്യാസമ്പന്നരായി നിങ്ങളോട് എനിക്ക് പറയുവാൻ കഴിയും. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇത് അവിചാരിതമല്ലല്ലോ, ഈ സംഭവം വിചാരിതമല്ലല്ലോ. ലോകരാജ്യങ്ങൾ മുഴുവൻ അവർക്ക് വിരോധമായിട്ടും ദൈവം പറഞ്ഞത് ഓർക്കണം, ഞാൻ നിങ്ങളെ മടക്കി വരുത്ത മാത്രമല്ല, ഒരിടയൻ നാടിനെ കാക്കുന്ന പോലെ ഞാൻ നിന്നെ കാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ഭയങ്കരമായ യുദ്ധങ്ങൾക്ക് അവർ വാസ്തവത്തിൽ വശംവദരായപ്പോൾ, എത്രയോ യുദ്ധങ്ങളിൽ അവർ വശംവദരായി. ഒരിക്കലും രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ലാതെ 1973, 67 കാലഘട്ടങ്ങളിലെ യുദ്ധങ്ങളൊക്കെ അവർക്ക് സംഭവിച്ചത് ചരിത്രം പറയുന്നു. അന്ന് അവർക്ക് യുദ്ധം ചെയ്യുവാൻ നിവൃത്തിയില്ല, അവരെ സഹായിപ്പാൻ ആരുമില്ല. അവർക്കെതിരായി ലോകരാഷ്ട്രങ്ങൾ അണിനിരന്നു. ഏതാണ്ട് 30,000 മാത്രമുള്ള ഹഗന്ന എന്ന് പറയുന്ന സെൽഫ് ഡിഫൻസിന് വേണ്ടി രൂപം കൊണ്ട പോലീസുകാരെ പോലെയുള്ള ആയുധമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് 18 മാസം 48-ൽ 15 ലക്ഷം അറബികളോട് യുദ്ധം ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 54:17 ദൈവം ഇങ്ങനെ പറഞ്ഞു, കൊല്ലനെയും
നശിപ്പിക്കുന്ന സംഹാരകനെയും ഞാനാണ് സൃഷ്ടിച്ചതെന്നാൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. സ്തോത്രം. യെശയ്യാ 54:16-17 കൊല്ലനെയും സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചു എന്നാൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. ഇസ്രായേലിന്റെ നെറുകയിലിടുവാൻ സാദം ഹുസൈൻ $2600 ചെലവഴിച്ച് ന്യൂക്ലിയർ ആയുധമുണ്ടാക്കി. ഒസിറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് താൻ ആ ന്യൂക്ലിയർ ആയുധം ഏതാണ്ട് നിർമ്മിച്ച് പൂർത്തീകരിക്കുന്ന സമയം അവരുടെ പൈലറ്റുമാർ ലോകത്തിന് കൺമുമ്പിൽ അത്ഭുതമായി അത് ഭസ്മമാക്കി തീർത്തപ്പോൾ, ഇസ്രായേൽ പൈലറ്റുകൾ ചാരമാക്കിയപ്പോൾ ദൈവം പറഞ്ഞ വാക്കോർക്കണം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കില്ല. കൊല്ലനെയും സംഹാരകനെയും ഞാനാണ് സൃഷ്ടിച്ചത്. ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നു, പരസ്യമായി പ്രസ്താവിക്കുന്നു ഇസ്രായേലിനെ തുടച്ചു കളയണം. ഈ രാത്രി ഞാൻ പറയട്ടെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു സാധ്യമല്ല, സാധ്യമല്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ലേ. ഈ വിശുദ്ധ വേദപുസ്തകം സത്യമാണ്. കഴിഞ്ഞകാല ചരിത്രങ്ങൾ ആശ്ചര്യമായി സംഭവിച്ചു. അതുപോലെ ഈ ചരിത്രത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ജാതികളെ ബുദ്ധി പഠിപ്പീൻ, ജനങ്ങളെ ബുദ്ധി പഠിപ്പീൻ. ദൈവത്തിന്റെ വചനത്തിലോട്ട് നോക്കി ബുദ്ധി പഠിക്കാൻ ദൈവം പറയുന്നു. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കൊടി ഉയർന്നു കഴിഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് കൊടി ഉയർന്നു കഴിഞ്ഞു. എന്നെ പ്രിയപ്പെട്ടവരെ, ജെരമ്യാ പ്രവചനത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന 1-2 കാര്യം കൂടെ ഞാൻ അവിടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്റെ മനസ്സിലോട്ട് ഓടി വരികയാണ്. വളരെ റെസ്ട്രിക്റ്റഡായി നിന്ന് ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം പെറുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നോക്കുക, കാലത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തി. ജെരമ്യാ പ്രവചനം അതിന്റെ 30-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ ഒരു കാലഘട്ടം ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഒരു കാലം വരും. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ പലതും എന്റെ മനസ്സിൽ വന്ന് നിന്നിട്ട് പറയുവാൻ വെമ്പൽ കൊള്ളുന്നു. എന്നാൽ ഒരു സത്യമെങ്കിലും ഞാനിന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് ഏറ്റവും അധികം മറ്റ് രാജ്യങ്ങളുടെ പീഡയ്ക്ക് വിധേയമായി ഭീകരന്മാരുടെ ആക്രമണത്തിന് വിധേയപ്പെട്ട ഒരു കൊച്ചു രാജ്യമുണ്ട്, അത് ഇസ്രയേലാണ്. വാസ്തവത്തിൽ ഭീകരാക്രമണം ആരംഭിക്കുന്നത് ഇസ്രയേലിനുള്ള ബന്ധത്തിലാണ്. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ലൂക്കോസിന്റെ സുവിശേഷം 21:11 യഹൂദന്റെ മടങ്ങിവരനെ കുറിച്ച് പറയുമ്പോൾ ദൈവപുത്രൻ ഇങ്ങനെ പറഞ്ഞു, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധികൾ അവിടെ ഇവിടെ ഉണ്ടാകും. അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര കാഴ്ചകൾ. ഇംഗ്ലീഷ് ഭാഷയിൽ ചില ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞു, there shall be terrors, there will be earthquakes in diverse places. വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഭൂകമ്പം ഉണ്ടാകും. 1-ാം ലോകയുദ്ധത്തിന് ശേഷമാണ് ലോകത്തിൽ ഒരേ സമയത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭൂകമ്പം ഉണ്ടായതെന്ന് എന്റെ കേൾവിക്കാർ മറക്കരുത്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ഒരു ചെറിയ പഠനം നടത്തുക. 1914-18 ശേഷം യഹൂദനെ മടക്കിക്കൊണ്ടുവരാൻ കാര്യങ്ങൾ ദൈവം ഒരുക്കിയ ശേഷമാണ് വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഭൂകമ്പം ഉണ്ടായത്. മൾട്ടിപ്പിൾ എർത്ത്ക്വേക്സ്. യേശുക്രിസ്തു പറഞ്ഞു, ഒരേ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകും. ഞാൻ ആ ഭാഗങ്ങളൊക്കെ കുറിച്ചു വെച്ചു, എടുക്കുന്നില്ല. ടർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും സൗത്ത് കരോളിനയിലും സൗത്ത് കാലിഫോർണിയയിലും ഒരേ സമയത്തുണ്ടായി. There shall be earthquakes in diverse places, multiple earthquakes. Famine, ക്ഷാമം. സമൃദ്ധിയല്ല വരുന്നത്, ക്ഷാമം വരാൻ പോവുകയാണ്. ഭക്ഷണത്തിന് വില കൂടുകയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയമില്ല. 3, പകർച്ചവ്യാധി. എത്രയോ പകർച്ചവ്യാധി പടരുന്നു. പുതുതായി പന്നിപ്പനി, പക്ഷിപ്പനി കഴിഞ്ഞു, എലിപ്പനി കഴിഞ്ഞു, സാർ രോഗം കഴിഞ്ഞു, ആന്ത്രാക്സ് കഴിഞ്ഞു, ഭ്രാന്തി പശുവിന്റെ രോഗം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, പുതുതായി രോഗം വന്നിരിക്കുന്നു. ബ്രദറെ ഒന്ന് വായിച്ചാട്ടെ, ജെരമ്യാവ് 25. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ്
32-33. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഡിസാസ്റ്റർ ഫ്രം നേഷൻ ടു നേഷൻ വിൽ ഗോ. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അനർത്ഥം പോകും. യെസ്, വായിച്ചു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. 33-ാം വാക്യം. അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. Behold, disaster shall go forth from one end of the world to one nation to another nation. ദുരന്തം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിൽ പോകും. അവരെ കുറിച്ച് ആരും വിലപിക്കുകയില്ല. ആ ദുരന്തത്തിന്റെ ഫലമായി ലോകത്തിലാകോളം മനുഷ്യൻ മരിച്ചു വീഴും. സാരോഗം, ആന്ത്രാക്സ് രോഗം, പക്ഷിപ്പനി, എലിപ്പനി പുതുതായി വന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പന്നിപ്പനി. ദൈവപുത്രൻ പറഞ്ഞു, കാലത്തിന്റെ അന്ത്യത്തിൽ there will be pestilence, പകർച്ചവ്യാധികൾ. ഈ പകർച്ചവ്യാധികൾ വന്നാൽ നിയന്ത്രിക്കല്ലാതെ തുടച്ചു കളയുവാൻ നിവൃത്തിയില്ല. കാലം അതിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ സമയമില്ല. ഹഗായി പ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവന് മുമ്പായി pestilence ഇതാ വരുന്നു. വായിക്കുന്നില്ലേ? യെരമ്യാവ് രേഖപ്പെടുത്തി, ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യൻ മരിച്ചു കിടക്കും. അവരെ കുറിച്ച് വിലപിക്കില്ല, കുഴിച്ചിടാൻ ആരുമുണ്ടാകില്ല. എന്നാൽ അവിടെ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു, there shall be terrors, ഭീകരതയുണ്ടാകും. ലൂക്കോസ് 21-ന്റെ വാക്യത്തിൽ ഭയങ്കര കാഴ്ചകൾ, ഭീകരതയുണ്ടാകും. ഭീകരത പ്രവർത്തനം ആദ്യം ആരംഭിച്ചത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. ഈ രാത്രി നിങ്ങളോടൊരു സത്യം പറയാം. 2005 ഗാസയുടെ പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ പിന്മാറിയ ശേഷം 6500-ലധികം റോക്കറ്റുകൾ അവർക്കെതിരായി അവിടെ നിന്ന് അയച്ചു. 2500-ൽ ഗാസയുടെ പ്രദേശം ഭരണത്തിന് കൊടുത്തു. ഹമാസ് എന്ന് പറയുന്ന ഭീകരന്മാർ ഭരണമേറ്റെടുത്തു. 6500-ലധികം റോക്കറ്റുകൾ ഇസ്രായേലിന് വിരോധമായി അയച്ചവരെ പീഡിപ്പിച്ചപ്പോൾ ഇസ്രായേൽ അവരെ നശിപ്പിക്കുവാൻ അവിടെ കടന്നു. ലോകം മുഴുവൻ വലിയ കോലാഹലമുണ്ടാക്കി. ലോകത്തിൽ ആരറിഞ്ഞു? 6500 റോക്കറ്റുകൾ അവിടെ പതിച്ച് സദറത്ത് എന്ന് പറയുന്ന പട്ടണത്തിലും മറ്റും ഇസ്രായേലിന് ജീവിപ്പാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായപ്പോഴാണ് അവരുടെ പടയാളികൾ അവിടെ കയറിയത്. ഭീകരത. വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചിട്ടു. സ്പെയിനിൽ ഭീകരത, ഇന്തോനേഷ്യയിൽ ഭീകരത, ബോംബെയിൽ ഭീകരത, ലോകത്തിലാകോളം ഭീകരത. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് ഭീകരത. യേശുക്രിസ്തു പറഞ്ഞു, there shall be terrors, there shall be earthquakes, there shall be famine, there shall be pestilence. ഇതൊക്കെ കൂടി വരികയുള്ളൂ, കുറയില്ല. ഈറ്റുനോവാണ്. എന്റെ വരവിന് മുമ്പ് ഇത് വളരെ കഠിനമായ കലാശത്തിൽ വരും. വെളിപാട് 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഭയങ്കരമായ വിപത്തിലേക്ക് വന്നിട്ട് ഭൂമിയിൽ ഏതാണ്ട് കാൽഭാഗം മരിച്ചു വീഴുമെന്ന് ദൈവപുത്രൻ പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു. ഞാനല്ല പറയുന്നത്. ഇതുവരെ ലോകം കാണാത്ത പ്രതിഭാസമാണ് ഈ ഭീകരന്മാരുടെ പ്രതിഭാസം. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, we are living in the end days. നാം ജീവിക്കുന്നത് അവസാന ദിവസങ്ങളിൽ. ദൈവത്തിന് വരുവാൻ തടസ്സമായിട്ടൊന്നുമില്ലേ? അവൻ ഏത് സന്ദർഭത്തിലും മടങ്ങി വരാം. പ്രിയപ്പെട്ടവരെ, അവൻ ഒന്നാമത് വന്നത് ചരിത്ര സംഭവമാണ്. യേശുക്രിസ്തു ഒന്നാമത് ഈ ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു ഒന്നാമത് വന്നത് ഒരു ചരിത്ര സംഭവമാണ്. യേശുക്രിസ്തുവിന്റെ 2-ാം വരവും ഒരു ചരിത്ര സംഭവമായിരിക്കും. അനേക പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ഒന്നാമത് അവൻ വന്നു. അനേക പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ദൈവപുത്രൻ 2-ാമത് വരാൻ തുടങ്ങുകയാണ്. എന്നെ കേൾക്കുന്നവരോട് കർത്താവ് പറഞ്ഞൊരു വാക്കൂടെ വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. വിശാലമായ വഴി, ഇടുക്കമുള്ള വഴി. നമുക്കൊക്കെ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് മനോഹരമായി കാറും നല്ല സീഡിയും പാട്ടുകളും ഒക്കെ ഇട്ട് ഹൈവേയിലൂടെ, വിശാലമായ ഹൈവേയിലൂടെ, 4 വേയും 6 വേയും ഹൈവേയിലൂടെ യാത്ര ചെയ്ത് പോകുവാൻ എത്ര സുഖമാണ്. എന്നാൽ ആ യാത്രയിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ, ട്രാജഡി,
എത്രയോ ജീവിതങ്ങളെ നുള്ളിയെടുത്തു മാറ്റി, എത്രയോ കുടുംബങ്ങളെ നുള്ളിയെടുത്തു മാറ്റി ഹൈവേ ട്രാജഡിയിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നടന്നിട്ടുള്ള ഹൈവേ ട്രാജഡിയിൽ ഏറ്റവും വലിയ ട്രാജഡി നടക്കാൻ പോകുന്നു. യേശുക്രിസ്തു പറഞ്ഞ പോലെ വിശാല വഴിയിലൂടെ യാത്ര ചെയ്ത് പോകുന്ന മനുഷ്യൻ ഭയങ്കര ദുരന്തത്തിൽ ചെന്ന് പതിക്കാൻ പോകുന്നു. എന്താണ് ഈ വിശാലമായ വഴി? ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി, സുഖമായ വഴി, ഇമ്പത്തിന്റെ വഴി, യെസ്, മതത്തിന്റെ വഴി, ഇമ്പങ്ങളുടെയും പണത്തിന്റെയും വഴി, മഹത്വത്തിന്റെ വഴി, ലോകത്തിന്റെ വഴി. അതിലൂടെ കടക്കുന്നവർ അനേകരാണ്, കുറച്ചല്ല, ലോകം മുഴുവൻ ഒഴുകുകയാണ്. നിങ്ങൾ വായിച്ചോ, കേരള ഗവൺമെന്റ് ബ്രിവറേജ് കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി 4617 കോടി രൂപയുടെ മദ്യം കേരളത്തിൽ വിറ്റ് ചെലവഴിച്ചപ്പോൾ, യെസ്, 4617 കോടി രൂപയുടെ വിദേശമദ്യം കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വിറ്റ് ചെലവഴിച്ചപ്പോൾ, വിശാലമായ ഇമ്പത്തിന്റെ വഴിയിലൂടെ പോകുന്നവർ ദൈവപുത്രൻ പറഞ്ഞ പോലെ എത്രയോ കോടി. യെസ്, കർത്താവ് പറഞ്ഞത് എത്ര സത്യം. ഇതിലൂടെ പോകുന്നവർ അനേകരാണ്, അനേകരാണ്. എന്നാൽ അവൻ പറഞ്ഞു അതിന്റെ അവസാനം ദുരന്തമാണ്, വലിയ അപകടമാണ്. നിങ്ങൾ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പറഞ്ഞു. പറയട്ടെ, ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയട്ടെ, ഈ ക്രിസ്തീയ മാർഗം ഇടുക്കമുള്ള വാതിലാണ്, ഇടുക്കമുള്ള മാർഗമാണ്. ഇത് വിശാലമായ മാർഗമല്ല. യെസ്, ഇതിന് ഇടുക്കമുണ്ട്, ഇതിന് ഞെരുക്കമുണ്ട്. ചിലപ്പോൾ അടി കിട്ടും, ചിലപ്പോൾ പരിഹസിക്കും, തിരസ്കരണം കിട്ടും, എല്ലാം കിട്ടും. എറണാകുളത്തിന്റെ പട്ടണത്ത് ഈ പ്രസംഗം ചെയ്യുവാൻ വന്ന എന്റെ കവിളിൽ അടിച്ചിട്ടുണ്ട്. എനിക്ക് പ്രശ്നമല്ല, കാരണം ഞാൻ തിരസ്കരിക്കപ്പെട്ട നസറേന്റെ പുറകെ ഇറങ്ങി തിരിച്ച് എനിക്കറിയാം തിരസ്കരണമല്ലാതെ ഇവിടെ എനിക്ക് കിരീടമില്ല. യെസ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു സത്യം പറയട്ടെ, അവന്റെ പുറകെ വരുവാൻ തീരുമാനിച്ചാൽ ഇടുക്കമുള്ള വഴിയാണ്. എന്നാൽ ഒരു സത്യം കർത്താവ് പറഞ്ഞു, അതിന്റെ അവസാനം ജീവനാണ്. വിശാലമായ വഴിയുടെ ഇമ്പങ്ങൾ ആസ്വദിച്ച് പോകുന്ന മനുഷ്യനോട് ഞാൻ പറയട്ടെ, ദൈവത്തിൽ ഓർപ്പിച്ചു, അതിന്റെ അവസാനം നാശമാണ്. പുതിയ നിയമത്തിൽ ഏതാണ്ട് 260 അധ്യായങ്ങളുണ്ട്. 260 അധ്യായങ്ങളുള്ള പുതിയ നിയമത്തിൽ 236 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബൈബിളിൽ വെളിപ്പെടുത്തി. 260 ഉള്ള അധ്യായത്തിൽ 236 പ്രാവശ്യം ന്യായവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ അതിന്റെ കാരണം എന്താണ്? നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. എന്തിനാണ്? അതിന്റെ ഭീകരത, ഭയങ്കരത്വം ദൈവപുത്രൻ മനസ്സിലാക്കി തരികയാണ്. എന്തിനാണത് പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 260 കിലോമീറ്റർ നീളമുള്ള ആ ഹൈവേ, 6 ലൈൻ ഹൈവേയിലൂടെ നല്ലൊരു കാറിൽ പാട്ടിട്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നല്ല സ്പീഡിൽ ആക്സിലറേറ്റർ കൊടുത്തു പോകുമ്പോൾ ബോർഡ് കാണാം, മാറിക്കോ, മാറിക്കോ, ഇത് അപകടമാണെന്ന് ബോർഡ്. ഞാനതൊക്കെ അവഗണിച്ചുകൊണ്ട് പോകുന്നു. വീണ്ടും കാണാൻ ബോർഡ്. ഏതാണ്ട് 236 പ്രാവശ്യം ആ ബോർഡുകൾ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും ഞാനതിനെ അവഗണിച്ചു പോയാൽ ഞാൻ പോയി പതിക്കുന്ന ദുരന്തത്തെ മനസ്സിലാക്കി തരുവാൻ ദൈവത്തിന്റെ പുത്രൻ ഈ പുതിയ നിയമത്തിൽ 236 പ്രാവശ്യം തന്റെ അപ്പോസ്തലന്മാരിലൂടെയും തന്റെ നാവുകൾ കൊണ്ടും അത് വെളിപ്പെടുത്തി. ഞാൻ പറയട്ടെ, ഈ ജീവിതം ഹ്രസ്വമാണ്, ഈ ജീവിതം നശ്വരമാണ്, ഈ ജീവിതം അല്പകാലമാണ്. ഇവിടുത്തെ ഇമ്പങ്ങൾ അല്പകാലമാണ്. ഈ അല്പകാലമുള്ള ഇമ്പങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ മറുഭാഗമുണ്ട്, ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയും. ഞാൻ പറയട്ടെ, അതുപോലൊരു ആനന്ദമില്ല. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പലപ്പോഴും ദൈവസന്നിധിയിൽ ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. ദൈവമേ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ തന്ന തൃപ്തിയും അവൻ തന്ന സമാധാനവും അവൻ തന്ന സന്തോഷവും ലോകത്തിൽ ആർക്കും അത് തരാൻ കഴിയില്ല. ലോകത്തിലൊരിടത്തും അത് തരാൻ കഴിയില്ല. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പലപ്പോഴും ആ പാദത്തിൽ ഞാൻ ഒഴുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം തരുന്ന ഇമ്പങ്ങൾ വീണ്ടും നമ്മെ ദാഹിപ്പിക്കും. ലോകം തരുന്ന ഈ ഇമ്പങ്ങളൊക്കെ വീണ്ടും നമ്മളെ ദാഹിപ്പിക്കുമ്പോൾ തൃപ്തി കൊണ്ട് കണ്ണുനീരൊഴുക്കുവാൻ, അവന്റെ മുന്നിൽ മുട്ടുകൾ മടക്കുവാൻ അനുവദിക്കുന്ന അവന്റെ മാർഗം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വരുത്തുമോ? 4617 കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർക്കുന്നവരോട് ഞാൻ പറയട്ടെ,
ഈ ഇമ്പങ്ങളൊക്കെ തീരും, നിത്യനാശത്തിൽ ചെന്ന് പതിക്കും. വഴി എങ്ങനെ അറിയാം? ഏത് വഴി ഞാൻ പോകണം എങ്ങനെ അറിയാൻ കഴിയും? ഒരിക്കൽ ആ ചോദ്യം തോമസ് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. കർത്താവ് അതിന് പറഞ്ഞ മറുപടി അടുത്ത വാക്യത്തിലുണ്ട്. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വരില്ല. ഞാനൊരു സത്യം ഓർപ്പിക്കട്ടെ, ആ വഴി തുറക്കുവാൻ വലിയ വില കൊടുത്തു. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു തന്റെ ദേഹം എന്ന തിരിശയിലൂടെ നമുക്ക് പ്രദർശിച്ച ജീവനുള്ള പുതുവഴി, ജീവനുള്ള പുതുവഴി, അവൻ തുറന്ന വഴി അവന്റെ ദേഹം എന്ന തിരിശയിലൂടെയാണ്. മനുഷ്യൻ അടുത്ത് വരുവാൻ വയ്യാതെ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വലിയ തിരശ്ശീല കൊണ്ട് മൂടിയിരുന്നു. കാൽവറി ക്രൂശിൽ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് നലറി കരഞ്ഞുകൊണ്ട് അവൻ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആ വലിയ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. താഴെ നിന്ന് മുകളിലോട്ടല്ല, മോൾ തൊട്ട് താഴോട്ട് കീറി. മോളിലുള്ളവൻ ആ തിരശ്ശീല കീറിയിട്ട് പറഞ്ഞു, എന്റെ അടുക്കലോട്ട് വരിക, ഞാനൊരു തിരശ്ശീല കീറി, ഞാനൊരു പുതുവഴി തുറന്നു തന്നു. എന്റെ പുത്രനെ തകർത്തുകൊണ്ട് എന്റെ അടുക്കൽ വരുവാൻ ജീവനുള്ള ഒരു പുതുവഴി ഞാൻ തുറന്നു തന്നു. കർത്താവ് പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും എന്റെ പിതാവിന്റെ അടുക്കൽ വരില്ലേ. മതം നമ്മളെ കൊണ്ടെത്തിക്കില്ലേ, നാം പോകുന്ന പുണ്യസ്ഥലങ്ങൾ നമ്മളെ എത്തിക്കില്ല, നാം കൊടുക്കുന്ന പണം നമ്മളെ എത്തിക്കില്ല, നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ എത്തിക്കില്ല, നാം എന്ത് ചെയ്താലും അവിടെ എത്തിക്കില്ല. എന്നാൽ നമ്മളെ എത്തിക്കുന്ന ഒരു ജീവനുള്ള വഴിയുണ്ട്. കയറി നിന്നാ മതി, എസ്കലേറ്റർ പോലെ നമ്മളെ ആ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അത് ദൈവപുത്രന്റെ ദേഹം എന്ന തിരിശയിലൂടെ തുറന്നു തന്ന ജീവനുള്ള പുതുവഴിയാണ്. 2000 വർഷം മുമ്പ് ക്രൂശിൽ അവൻ പിടഞ്ഞു മരിച്ചത് അതിനാണ്. നശിക്കരുത്, ഞാനും നിങ്ങളും നശിക്കരുത്, നാം രക്ഷ പ്രാപിക്കണം. നമ്മെ അത്യഗാധമായി സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി അവൻ മരിക്കുകയാണ്. അവൻ എത്ര വേദനപ്പെട്ടു, അവൻ എത്ര പിടഞ്ഞു, ദാഹം കൊണ്ട് അവന്റെ ഉറക്കെ കരഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ജലാശയങ്ങളെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിനുടയവനായ ദൈവപുത്രൻ ദാഹിക്കുന്നെന്ന് പറഞ്ഞ് അവിടെ കരയുമ്പോൾ ഒരു സത്യം ഓർത്തോണം, നമ്മുടെ ദാഹം ശമിപ്പിക്കുവാൻ, നമുക്കൊരു ജീവനുള്ള പുതി തുറന്നു തരുവാൻ. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ സത്യമാണ്, സത്യമാണ്. നിങ്ങളെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതമാക്കാനോ, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലാക്കാനോ അതിനുവേണ്ടിയുള്ള പ്രസംഗമല്ലിത്. നിങ്ങളെ കുറ്റം പറയുവാനോ, നിങ്ങളുടെ കൂടിവരകളെ കുറ്റം പറയാനോ അല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഈ സത്യം അറിയാൻ വേണ്ടി ഞാൻ പ്രസംഗിക്കുകയാണ്. കാലം മുന്നോട്ട് പോകില്ല, യേശു ക്രിസ്തു വരും. അവൻ വരും, ചരിത്രം ഇങ്ങനെ പോകില്ല, അവൻ വേഗം വരും. എന്നാൽ അവൻ വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കാണ്. തന്നെ സ്നേഹിച്ച് രക്ഷിക്കപ്പെട്ട പാവപ്പെട്ട ജനത്തെ അവനെ തന്നെ ചേർക്കാൻ അവൻ വരികയാണ്. ഈ രാത്രി എൻ്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? യേശു ക്രിസ്തു എന്ന് വന്നാൽ അവനോട് കൂടെ നിങ്ങൾ ആയിരിക്കുമോ? ഒരിക്കൽ ഞാൻ ഭയന്ന് നടന്നു, ഒരിക്കൽ ഞാൻ ഭയന്ന് നടന്നു. 1974 ഈ ദൈവപുത്രന്റെ സന്നിധിയിൽ മുട്ടുകുത്തി അവനെ എൻ്റെ ഹൃദയത്തിൽ കൈക്കൊള്ളാൻ സാധിച്ചപ്പോൾ എനിക്കൊരു പുതിയ ജന്മം കിട്ടി. ഞാനൊരു ദൈവഹിതലായി മാറി. എൻ്റെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു, വിലയുള്ളതായി മാറി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ പണം മോഹിച്ചല്ല, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടുവാൻ വേണ്ടിയല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിക്കൊള്ളട്ടെ, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ രാത്രി അവന്റെ അടുക്കൽ വരുമോ? അവിശാലമായ വഴിയുടെ ഇമ്പങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു എന്ന ജീവനുള്ള പുതുവഴിയിലൂടെ ദൈവപുത്രന്റെ അടുക്കലേക്ക് വരുമോ? ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ വാക്കുകൾ വീണ്ടും അവൻ കേൾപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് വേഗം വരും. അവൻ ജീവിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു, അവന്റെ കരം ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നു.
ഈ രാത്രി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവൻ്റെ പൈതങ്ങളാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ രാത്രിയിൽ പാപത്തിന്റെ വഴികൾ, ഇമ്പത്തിന്റെ വഴി, വിശാലമായ വഴി അത് വിട്ടിട്ട്, കർത്താവ് പറഞ്ഞ പോലെ അത് നാശത്തിന്റെ വഴിയാണ്, അത് ഉപേക്ഷിച്ചിട്ട് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ അടുക്കൽ വരുമോ? ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിന്റെ അടുക്കൽ വരില്ല. അവനിലൂടെ ദൈവസന്നിധിയിൽ വന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങളെ മാടി വിളിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളങ്ങനെ ഒരു ദൈവവേദലാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്കതിൻ്റെ ഉറപ്പ് വേണമെങ്കിൽ ഈ ലളിതമായ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ വിനയപ്പെടുന്നു, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. ക്രൂശിൽ നിന്റെ ജീവൻ കൊടുത്ത് എനിക്ക് വേണ്ടിയാണ്, നീ എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രി എൻ്റെ ഉള്ളം നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. എൻ്റെ ഉള്ളത്തിൽ വന്ന് എന്നെ രക്ഷിക്കണമേ. അവൻ വാക്ക് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാളും അവൻ്റെ അടുക്കൽ വന്ന് അവൻ ഉപേക്ഷിക്കില്ല. ഈ രാത്രി അവൻ്റെ അടുക്കൽ വരുമോ? ദേഹമെന്ന തിരിശിലൂടെ ജീവനുള്ള ഒരു പുതുവരി സൃഷ്ടിച്ച കർത്താവിലൂടെ പിതാവിൻ്റെ അടുക്കൽ നിങ്ങൾ വരുമോ? ഈ രാത്രി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങളൊരു ദൈവവേദലായി. നിങ്ങൾക്കതിൻ്റെ ഉറപ്പ് ആവശ്യമാണെങ്കിൽ, നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ സ്വർഗം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്വനായ പിതാവിന്റെ സന്നിധി ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ ലജ്ജിക്കുന്നവനെ ഞാൻ ലജ്ജിക്കും. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച ദൈവപുത്രനാണ്. ഒരാത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ വിലപ്പെട്ടതാണ്. നാളെ എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ലായിരിക്കാം. നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൈത്തിരി.com ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പഠനങ്ങൾ, ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി.com വെളിച്ചത്തിലേക്കൊരു തിരുനാളം.